പ്രൈസ് ലോർഡ്. Praise the Lord. ദൈവനാമത്തിന് മഹത്വം. ആഹ് വീണ്ടും ബോസ്റ്റൺ പ്രയർ ലൈൻ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അത് ഈ മുഖവര കൂടാതെ നമ്മുടെ ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. റയിച്ചാന് ആ 11-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ തുടക്കത്തിൽ നമുക്കിപ്പോൾ വായിക്കാം. യിരെമ്യാവ് 18-ന്റെ 11. Jeremiah chapter 18 verse 11. ആകയാൽ നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരനർത്ഥം നിർമ്മിച്ചു, നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണം നിരൂപിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവീൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ പരിചിതമുള്ള ഒരു ഭാഗമാണ്. കുശവന്റെയും കളിമണ്ണിൻ്റെയും ഒരു പാസേജാണ് ഈ യിരെമ്യാവ് 18 എന്ന് പറയുന്നത്. യിരെമ്യാവ് നമുക്കറിയാം, വിലപിക്കുന്ന പ്രവാചകൻ എന്ന് നമുക്കറിയാം. യിരെമ്യാവ് വിലപിക്കുന്ന പ്രവാചകനാണ്. ഏകദേശം 620 BC-യിലൊക്കെ പ്രവചിച്ചിരുന്ന ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. ഏതാണ്ട് അരനൂറ്റാണ്ട് ദൈർഘ്യമുള്ള യിരെമ്യാ പ്രവാചകന്റെ ശുശ്രൂഷകാലമാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. യോശിയാവിൻ്റെ ഒരു 13-ാം വർഷം മുതൽ BC ഒരു 570 വരെ, അതായത് BC ഒരു 627 മുതൽ BC ഒരു 570 വരെ ആയിരുന്നു യിരെമ്യാവിൻ്റെ ശുശ്രൂഷ കാലം എന്ന് പറയുന്നത്. അപ്പം എഴുത്തുകാരൻ നമുക്കറിയാം, യിരെമ്യാ പ്രവാചകനാണ് ഈ ബുക്കിൻ്റെ. യഹൂദയുടെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് യിരെമ്യാ പ്രവാചകൻ ശുശ്രൂഷിച്ചിരുന്ന കാലത്ത് യഹൂദയുടെ അവസ്ഥ വളരെ അധപ്പതിച്ച ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് 2 രാജ 22 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിലും അതുപോലെ 2 ദിനവൃത്താന്തം 34 മുതൽ 36 വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദയുടെ അവസ്ഥ യിരെമ്യാ പ്രവാചകന്റെ കാലത്ത്. പ്രത്യേകിച്ച് അവിടുത്തെ യഹൂദയുടെ അവസാനത്തെ 2 രാജാക്കന്മാരുടെ കാലത്താണ് യിരെമ്യാ പ്രവാചകൻ ശുശ്രൂഷിച്ചത്. അതായത് യോശിയാവും യഹോവാഹാസും പിന്നെ യഹോയാക്കീമിൻ്റെ കാലത്ത് നാം കാണുന്നുണ്ട്. സിദെക്കീയാവിൻ്റെ കാലത്തൊക്കെയും നമ്മൾ യിരെമ്യാ പ്രവാചകൻ ശുശ്രൂഷിക്കുന്നതായി കാണുന്നു. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, പ്രത്യേകിച്ച് നമ്മൾ യിരെമ്യാ പ്രവചനം മൊത്തം വായിക്കുകയാണെങ്കിൽ, യഹൂദയുടെ ഒരവസ്ഥ, അതായത് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് യഹൂദയിൽ നാം കാണുന്നത്. അതായത് അവർക്ക് യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന പാപത്തിൽ നിന്ന് വീണ്ടും വീണ്ടും പിന്നെയും പിന്നെയും പാപത്തിലേക്ക് അധപ്പതിക്കുന്ന ഒരവസ്ഥയാണ് യഹൂദയുടെ അവസ്ഥയെ നാം ഇവിടെ കാണുന്നത്. അപ്പോൾ അതിന് എതിരെ കർത്താവിലേക്ക് അല്ലെങ്കിൽ യഹോവയിലേക്ക് അടുത്ത് വരുവാൻ, അല്ലെങ്കിൽ യഹോവയിലേക്ക് മടങ്ങി വരുവാൻ, യഹോവയിലേക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് യിരെമ്യാ പ്രവചനത്തിലൂടെ അല്ലെങ്കിൽ യിരെമ്യാ പ്രവാചകൻ എന്ന ശുശ്രൂഷയിലൂടെ യഹൂദയോട് ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം, യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് ആകെ 2 പേരെ രക്ഷിക്കപ്പെട്ടുള്ളൂ, ബാരൂക്കും എല്ലമീൻ. അങ്ങനെ 2 പേര്, ബാരൂക്കാണ് യിരെമ്യാവിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ 2 പേരെ രക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിഗ്രഹാരാധന, മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയിലേക്ക് യഹൂദ അധപ്പതിക്കുന്ന ഒരു കാഴ്ചയാണ് നാം യിരെമ്യാ പ്രവാചനത്തിൽ കാണുന്നത്. അതായത് ഹിസ്കിയാവ് വിഗ്രഹാരാധന നിർത്തലാക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുന്നത്? മനശ്ശെ നരബലി തുടരുകയാണ്, അല്ലേ? നമ്മളത് 7:31 വായിക്കുന്നുണ്ട്. അതുപോലെ 19:5, 32-35 വാക്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് സമയമില്ല. അതുപോലെ ആകാശരാജ്ഞി ആരാധന മൂർത്തിയായി മാറുന്ന ഒരു പ്രത്യേക കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അവിശ്വസ്തത, വിഗ്രഹാരാധന, വ്യഭിചാരം, അനീതി, ഭീകരമായ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ അനേക പാപ സ്വഭാവങ്ങളാണ് നമ്മൾ യഹൂദിയ ദേശത്ത് യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് നമ്മൾ കാണുന്നത്. അങ്ങനെ അതുപോലെ എന്താ പറയുക, ഇൻജസ്റ്റിസ്, എളിയവർക്ക് നേരെയുള്ളൊരു പീഡനം, അതും നമ്മൾ കാണുന്നുണ്ട് യിരെമ്യാ പ്രവാചകന്റെ കാലത്ത്. അപ്പോൾ ഇതിനെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലൂടെ നടത്തുന്നത്. നമുക്ക് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കർത്താവിനെ നീതിയുള്ള ഒരു മുളയായിട്ടാണ് യിരെമ്യാ പ്രവാചകൻ ക്രിസ്തുവിനെ ഈ പ്രവചനത്തിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനേക പാപ സ്വഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിഗ്രഹാരാധനയിലൂടെ, വ്യഭിചാരത്തിലൂടെയും കുറ്റകൃത്യങ്ങൾ, അനേക കുറ്റകൃത്യങ്ങൾ,
എളിയവർക്ക് നേരെയുള്ള പീഡനം, അങ്ങനെ പലവിധ പാപങ്ങളിലൂടെയാണ് യഹൂദ ദേശം അല്ലെങ്കിൽ യഹൂദ രാജ്യം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആ, വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ഉണ്ട് ആ കാലത്ത് ഇസ്രായേലില്, എഫ്രയീമും യഹൂദയും. ആ, പ്രധാനമായി യഹൂദയോടുള്ള പ്രവചനമായിട്ടാണ് നമ്മൾ യിരെമ്യാ പ്രവചനത്തെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് യിരെമ്യാ പ്രവാചകൻ 18-ാം അധ്യായം എഴുതുന്നത്. ഞാനതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ 18-ാം അധ്യായം തുടങ്ങുന്നത്, റീച്ച 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് നമുക്ക് വായിക്കാം. ജെറമായ ചാപ്റ്റർ 18 വേഴ്സ് 1-4. യഹോവയിങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. താങ്ക് യു. അപ്പോൾ ഇസ്രായേലിൽ പ്രധാനമായി കാണുന്ന ഒരു കാര്യമായിരുന്നു ഈ കുശവനും കളിമണ്ണും, അല്ലെങ്കിൽ കളിമണ്ണിന്മേൽ പണിയുന്ന ഒരു കുശവന്റെ ഒരു ചിത്രം. അത് വളരെയധികം പ്രോമിനൻ്റ് ആയിട്ട്, വളരെയധികം കോമൺ ആയിട്ട് ഇസ്രായേലിൽ കാണുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് ആലങ്കാരികമായിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത്, എന്നാൽ യഥാർത്ഥമായി യിരെമ്യാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. അതായത് ചക്രത്തിന്മേൽ വേല ചെയ്യുന്ന കുശവനെ പോയി ചെന്ന് കാണുക എന്നുള്ളത്. അതാണ് പറയുന്നത്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. ഇതൊരു സ്വപ്നമല്ല, മറിച്ച് ഇത് യഥാർത്ഥമായി യിരെമ്യാവിനോട് പറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ അവിടെ പോയി കണ്ട് യഥാർത്ഥമായി ദൈവവും ഇസ്രായേലുമായുള്ള ബന്ധം എന്താണെന്ന് വീക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനാണ് യിരെമ്യാ പ്രവാചകനോട് ദൈവം കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുവാൻ പറയുന്നത്. ഇപ്പോൾ 18-ാം അധ്യായം തുടങ്ങുന്നത്, യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ട് അരുളപ്പാട് എന്തെന്നാൽ, ദ വേർഡ് വിച്ച് കെയിം ടു ജെറമായ ഫ്രം ദ ലോർഡ് സെയിങ്. അതായത് യിരെമ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. അതായത് ഇസ്രായേൽ നിരന്തരം, അല്ലെങ്കിൽ യഹൂദ ദേശം നിരന്തരമായി ഇങ്ങനെ പാപം ചെയ്യുന്നതിൽ മനം നൊന്ത്, ഇതിൽ ഇതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്ഷുഭിതനായി, ദൈവത്തിന്റെ ന്യായവിധി അവരിലേക്ക് വരാതിരിക്കുവാൻ ദൈവം തന്നെ അവർക്ക് പിന്നെയും പിന്നെയും അവസരങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മുന്നേയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല പ്രവചന പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിന് അനേക അവസരങ്ങൾ ദൈവം കൊടുത്തു. യഹൂദയ്ക്ക് പ്രത്യേകിച്ച് അനേക അവസരങ്ങൾ മടങ്ങി വരുവാൻ ദൈവം കൊടുത്തു. അതിൽ ഒരവസരം കൂടെ നമ്മളിവിടെ 18-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ അതിന്റെ തുടക്കം യിരെമ്യാവിനോട് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുവാൻ പറയും. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അപ്പോൾ ഒരു കുശവൻ കളിമണ്ണിൽ എന്താണ് ചെയ്യുന്നത്? കുശവനെയും കളിമണ്ണിനെയും ഞാൻ അധികം കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, താൻ തൻ്റെ കാലുകൊണ്ട് താഴെ ഒരു ചക്രം കറക്കും, അല്ലേ? അപ്പം ആ കാലുകൊണ്ട് താൻ താഴെ ഒരു ചക്രം കറക്കും, കൈകൊണ്ട് എന്നിട്ട് താൻ കളിമണ്ണിനെ ഒന്ന് പണിയും. ആ കളിമണ്ണിനെ കുഴച്ച് ആ കാലിൻ്റെ ചക്രം കറക്കുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു 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 ഷേപ്പ് വരുന്നത്, ഈ ഈ ഈ കളിമണ്ണിൻ്റെ. അപ്പോൾ ഈ കളിമണ്ണിൽ ഈ കൈകൊണ്ട് കുശവൻ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് വേല ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം കുഴയ്ക്കും, പിന്നീട് അതിനകത്തെ കുമളുകൾ, വായു കുമളുകളൊക്കെ കളയും. അങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള ഒരു മാനപാത്രമാക്കി തീർക്കുകയാണ് കുശവൻ യഥാർത്ഥത്തിൽ ചക്രത്തിന്മേൽ ചെയ്യുന്നത്. ആ ചക്രം കാലുകൊണ്ട് കറക്കുകയും അതേസമയം മുകളിൽ കൈകൊണ്ട് താൻ ആ ചക്രം കറക്കുന്നതിനോടൊപ്പം കൈകൊണ്ട് താൻ ആ കളിമണ്ണിനെ പണിയുകയാണ് ചെയ്യുന്നത്. അതിനെ തനിക്ക് ഇഷ്ടമുള്ള ഷെയ്പ്പിലുള്ള ഒരു പാത്രമാക്കി തീർക്കുകയാണ് കുശവൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചിത്രമാണ് നാം ഇവിടെയും കാണുന്നത്. അതാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അതായത് ദൈവം യിരെമ്യാവിനോട് അരുളി ചെയ്തിട്ട് യിരെമ്യാവ് ആ അരുളപ്പാട് കേട്ട് കുശവന്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെ ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കണം, അല്ലേ? അപ്പം അതാണ് നാം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ വേദഭാഗം ഇന്ന് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. പ്രധാനമായിട്ടും ഈ 12 വാക്യങ്ങളിലെ 4 തീമുകളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ തീം എന്ന് പറയുന്നത്, ദൈവം സർവാധിപത്യമുള്ളവനാണ്, ദൈവം പരമാധികാരിയാണ്, അല്ലേ? അതാണ് നമ്മൾ ഈ 12 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആദ്യത്തെ പ്രധാന തീം ഈ 12 വാക്യങ്ങളിൽ ദൈവം പരമാധികാരിയാണ്, ദൈവം സർവാധിപത്യമുള്ളവനാണ്. രണ്ടാമത്, ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. മൂന്നാമത്, ദൈവം കരുണയുള്ള ദൈവമാണ്, ദൈവം സ്നേഹമുള്ള ദൈവമാണ്. നാലാമത്, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്,
നാം മാനസാന്തരപ്പെടണം. അതാണ് ഈ 12 വാക്യങ്ങളിലെ പ്രധാനമായിട്ടുള്ള 4 തീമുകൾ. ദൈവം സർവാധിപത്യമുള്ളവനാണ്, ദൈവം പരമാധികാരിയാണ്, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്, മൂന്നാമത് ദൈവം കരുണയുള്ള ദൈവമാണ്, ദൈവം സ്നേഹമാകുന്ന ദൈവമാണ്, നാലാമത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുക. ഇങ്ങനെ 4 പ്രധാന തീമുകളാണ് ഞാൻ ഈ 12 വാക്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് കാണുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ പറ്റിയത്. അപ്പം ഇതിനകത്തെ രണ്ടാമത്തെ വാക്യം പറയുന്നത്, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. എന്നിട്ട് മൂന്നാം വാക്യം എന്താണ് പറയുന്നത്? അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ യെരമ്യാവിനെ തിരിച്ച് മറുചോദ്യങ്ങളില്ല, അല്ലേ? യെരമ്യാവ് ദൈവം പറഞ്ഞത് അതുപോലെ കേൾക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനുസരണമുള്ള ഒരു പ്രവാചകനാണ്, അല്ലേ? ദൈവം പറയുന്ന അതുപോലെ അനുസരിച്ച്, ദൈവം എന്തിനാണ് ഞാൻ കുശവന്റെ വീട്ടിൽ പോകുന്നത്, എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പല എക്സ്ക്യൂസുകളും ഉണ്ട്, അല്ലേ? ദൈവം നമ്മളോടൊരു കാര്യം ആജ്ഞാപിക്കുമ്പോൾ നമുക്ക് പല എക്സ്ക്യൂസുകളുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്, ദൈവം എന്തരുളി ചെയ്താലും ദൈവം എന്തരുളപ്പാട് നൽകിയാലും അത് അതേപടി അതേപോലെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പാഠം നമ്മളിവിടെ കാണുന്നത്. കുശവന്റെ വീട്ടിലേക്ക് യിരെമ്യാവിനോട് ദൈവം ചെല്ലുവാൻ ആവശ്യപ്പെടുമ്പോൾ, ദൈവം അരുളപ്പാട് കൊടുക്കുമ്പോൾ കേട്ട പാടെ അതേപോലെ നിരസിക്കാതെ അല്ലെ നിരാകരിക്കാതെ, ചോദ്യങ്ങൾ ചോദിക്കാതെ, കേട്ട പോലെ അതേപടി അനുസരിച്ച് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു യിരെമ്യാ പ്രവാചകനെയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ, അല്ലേ? ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ നാം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദൈവം നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോൾ, അല്ലേ? ദൈവം നമുക്ക് അരുളപ്പാട് നൽകി തരുമ്പോൾ, ദൈവം നമ്മളോട് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അനുസരണം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ അനുസരണം എങ്ങനെയാണ്? നാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണോ അനുസരിക്കുന്നത്? നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രമാണോ അനുസരിക്കുന്നത്? അതോ ദൈവം പറയുന്നത് എന്തും നാം അനുസരിക്കുന്നുണ്ടോ എന്ന് ഇന്ന് ഈ പ്രഭാത സമയം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നാം നമ്മെ തന്നെ എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയങ്ങളെ നാം പരിശോധിക്കണം. നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നാമും ദൈവവുമായുള്ള ബന്ധമാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദൈവം നമ്മോടൊരു കാര്യം പറയുമ്പോൾ, ദൈവം നമ്മോടൊരു കാര്യം ആജ്ഞാപിക്കുമ്പോൾ, ദൈവം നമ്മളോട് അനുസരിക്കാൻ പറയുമ്പോൾ നാം നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് കാഴ്ചവെക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണം ദൈവത്തോട് എങ്ങനെയാണ്? നാം അനുസരിക്കുന്ന രീതിയിലാണോ ദൈവത്തോട് പ്രതികരിക്കുന്നത്? അതോ നാം എക്സ്ക്യൂസുകൾ നൽകുന്ന ആളുകളാണോ? ഞാൻ തന്നെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്, അല്ലെ? പലവിധ എക്സ്ക്യൂസുകൾ. ദൈവമേ, ഇങ്ങനെയാണല്ലോ, നീ ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ, എനിക്കിത് പറ്റുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണല്ലോ എനിക്ക് പറ്റാത്തത്. അതായത് ദൈവം ഇതൊന്നും അറിയാത്ത ഒരു ദൈവമാണെന്ന രീതിയിലാണ് നമ്മുടെ പലപ്പോഴത്തെ പ്രതികരണം. എന്നാൽ സകലത്തെയും അറിയുന്ന ഒരു ദൈവം, an omniscient God, അല്ലെ? ഗോഡ് ഇസ് എൻ ഒംനീഷ്യൻ ഗോഡ്. ദൈവം സകലവും അറിയുന്നു. നമ്മുടെ ഭൂതവും നമ്മുടെ വർത്തമാനവും നമ്മുടെ ഭാവിയും അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതായത് നമ്മൾ ദൈവത്തോട് പറയേണ്ട കാര്യമില്ല, ദൈവമേ നീ ഇതെല്ലാം അറിയുന്നുവല്ലോ എന്നുള്ളത്. ദൈവത്തിന് ഇതെല്ലാം അറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ദൈവം എന്തെങ്കിലും അനുസരിക്കുവാൻ പറയുന്നതും. അപ്പോൾ ദൈവത്തെ അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അതിന് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് ഈ രാവിലെ സമയം ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ദൈവം എന്ത് പറഞ്ഞാലും, ദൈവം ചിലപ്പോൾ വചനത്തിലൂടെയാണ് ഏറ്റവും നന്നായി ദൈവം സംസാരിക്കുന്നത്. ചിലപ്പോൾ അത് ദർശനത്തിലൂടെയാകാം, പ്രാർത്ഥനയിലൂടെയാകാം, ചിലപ്പോൾ മറ്റ് ദൈവദാസന്മാരിലൂടെയാകാം. എന്നാൽ ദൈവം എന്ത് നമ്മോട് പറയുവാൻ, ദൈവം നമ്മളോട് അനുസരിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എന്ത് കാര്യവും വചനപ്രകാരം അതിനെ ശോധന ചെയ്ത്, വചനപ്രകാരം ഡിസേൺ ചെയ്ത്, ദൈവമാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയാൽ പിന്നീട് അത് അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് യിരെമ്യാ പ്രവാചകൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. ദൈവം വെറുതെ ഇരിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം നിരന്തരം വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്, അല്ലേ? ചക്രത്തിന്മേൽ വേല ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ദൈവം ഉറങ്ങുമല്ല, അല്ലേ? ദൈവം വെറുതെ ഇരിക്കുമല്ല. ദൈവത്തിന് ലെഷർ ടൈം ഇല്ല, അല്ലേ? മനുഷ്യന് ലെഷർ ടൈം ഉണ്ട്, ദൈവത്തിന് ലെഷർ ടൈം ഇല്ല. ദൈവം സകല സമയവും വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെയുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് നമ്മൾ കാണുന്നത്. അവ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുന്നുണ്ട്. ദൈവവുമായിട്ട് നാം സമന്വയിപ്പിക്കുകയാണെങ്കിൽ, ദൈവവുമായിട്ട് നാം ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ, ദൈവം തൻ്റെ കളിമണ്ണിന്മേൽ, അല്ലേ, തൻ്റെ ക്ലേയിന്മേൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്, അല്ലേ? നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 64:8 എൻ്റെ
വിശ്വാസം. യെശയ്യാവ് 64:8 അല്ലേ? അതെ. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. അല്ലേ? നീ ഞങ്ങളുടെ പിതാവ്, യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണാകുന്നു, നീ ഞങ്ങളെ മെനയുന്നവനാകുന്നു, ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. നാം എല്ലാവരും യഹോവയുടെ കൈപ്പണിയാണ്. നമ്മുടെ മേൽ കർത്താവ് നിരന്തരം, ദൈവം നിരന്തരമായി പണിതുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അങ്ങനത്തെ ഒരു കുശവനെയാണ് നാം സേവിക്കുന്നത്. കുശവൻ നിരന്തരം വേല ചെയ്തുകൊണ്ടിരുന്നു. അതായത് കുശവന്റെ വീട്ടിലേക്ക് യിരെമ്യാ പ്രവാചകൻ ചെല്ലുമ്പോൾ യിരെമ്യാവ് കാണുന്ന ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചക്രത്തിന്മേൽ വേല ചെയ്യുന്നത് എങ്ങനെയാണ്? കാലുകൊണ്ട്, കുശവൻ ചെയ്യുന്നത് കാലും കൊണ്ട് ചക്രത്തെ കറക്കുകയാണ് ചെയ്യുന്നത്. കാലുകൊണ്ട് കറക്കുന്ന അതേ സമയം തൻ്റെ കൈയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കൈയും കാലും ഒരേ സമയം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് കുശവന്റെ ഈ കളിമണ്ണിന്മേലുള്ള ആ ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ നാം മനസ്സിലൊന്ന് ചിന്തിക്കണം, ഒന്ന് ഇമാജിൻ ചെയ്യണം. കാലുകൊണ്ട് കറക്കുക, കൈ കൊണ്ട് വേല ചെയ്യുക. അതായത് ഈ കറക്കുന്ന അതേ സമയമാണ് ആ കളിമണ്ണിന് ഒരു ഷേപ്പ് വരുന്നത്. അതേ സമയമാണ് അതിൻ്റെ കുമിളകൾ, അതിൻ്റെ ബബിൾസ് പുറത്തു പോകുന്നത്. ആ ബബിൾസ് പുറത്തു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. അങ്ങനെ ഷേപ്പ് വരുത്താൻ വേണ്ടി കുശവൻ കളിമണ്ണിന്മേൽ കൈകൊണ്ട് താൻ ആ ആ ഷേപ്പ് വരുത്താൻ വേണ്ടി താൻ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു ഷേപ്പ് ആക്കി തീർക്കുകയാണ്. ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ റിഫോർമേഷൻ ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ദൈവം തന്റെ ജനത്തിന്മേലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? നമ്മുടെ മേലും ദൈവം അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. നാം എങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞാലും നമ്മെ തിരിച്ചു വിളിക്കുന്ന ഒരു ദൈവം, അല്ലെ? നമ്മെ കൈവിടുന്ന ഒരു ദൈവമല്ല. കൈവിടുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്, മറിച്ച് കളിമണ്ണാകുന്ന നമ്മെ ദൈവം സദാസമയവും പണിതുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? അങ്ങനെയുള്ള ഒരു കുശവനെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം വെറുതെ ഇരിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് ലെഷർ ടൈം ഇല്ല, ദൈവത്തിന് റെസ്റ്റ് ഇല്ല. അല്ലെ? ദൈവം സർവ്വസമയവും കളിമണ്ണിന്മേൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കുശവനെയാണ് നാം സേവിക്കുന്നത്. എന്നിട്ട് ഇവിടെ കാണുന്നത് 4-ാം വാക്യം നമ്മൾ വായിച്ചതുപോലെ, കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അല്ലെ? കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. അല്ലെ? പലപ്പോഴും സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഇസ്രായേൽ ഗ്രഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇത് പഠിക്കുമ്പം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആദ്യം പറഞ്ഞതുപോലെ, അനേക അവസരങ്ങൾ ഇസ്രായേലിന്, പ്രത്യേകിച്ച് യഹൂദയ്ക്ക് ദൈവം കൊടുത്തു. എന്നാൽ യഹൂദ ചീത്തയായിപ്പോയി. പലപ്പോഴും യഹൂദ ചീത്തയായിപ്പോയി. എന്താണ് ഇതിന്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ ഹിതത്തിന് അനുസൃതമല്ലാതെ ദൈവത്തിന്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു യഹൂദ ജനത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ കുശവനാകുന്ന ദൈവത്തിന്റെ മുമ്പിൽ കളിമണ്ണാകുന്ന യഹൂദ അവന്റെ വില്ലിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആ ദൈവത്തിന്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ പിന്നീട് എന്താണ്? അവർ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളിമണ്ണിനെ ദൈവത്തിന് ആവശ്യമാം വിധമുള്ള ഒരു ഷേപ്പ് ആക്കുവാൻ കുശവന് സാധിക്കില്ല. കാരണം കളിമണ്ണ് ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ വില്ലിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ കുശവന് കളിമണ്ണിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ചീത്തയായിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? എന്നാൽ നാം ആദ്യം പഠിച്ച തീം എന്താണ്? ദൈവം സർവാധിപത്യമുള്ളവനാണ്, ദൈവം പരമാധികാരിയാണ്. അതാണ് പിന്നെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ചീത്തയായതുകൊണ്ട് ദൈവം അതിനെ തള്ളിക്കളയുന്നില്ല. അല്ലേ? അങ്ങനെയുള്ളൊരു ദൈവത്തെ നാം സേവിക്കുന്നത്. ഈ ചീത്തയായി എന്നതുകൊണ്ട് അതിനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്ത്, എന്നാൽ ഈ കളിമണ്ണ് എനിക്ക് വേണ്ട, ഈ കളിമണ്ണ് നമ്മൾ കളഞ്ഞേക്കാം, അല്ലേ? ഞാനൊരു വേറൊരു കളിമണ്ണ് എടുത്തേക്കാം എന്ന് കുശവൻ പറയുന്നില്ല. മറിച്ച് എന്താണ് കുശവൻ ചെയ്യുന്നത്? ആ ചീത്തയായതിനെ താൻ വേറൊരു മാനപാത്രമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ? കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുമ്പോൾ was spoiled in the hand of the potter, so he remade it into another vessel as it pleased the potter to make. He remade it into another vessel. മറ്റൊരു പാത്രമാക്കി തീർത്തു എന്നാണ് പറയുന്നത്. പല ട്രാൻസ്ലേഷനിൽ പല പല ഈ വാക്യങ്ങൾ പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വായിച്ചപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് NLT-യിലും NKJV-യിലും ESV-യിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ചീത്തയായിപ്പോയി, പിന്നീട് ഇതിനെ യാതൊന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് ഇതെത്തി. അല്ലേ? അപ്പം ഒരു മാനുഷിക പെർസ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്ക് ചീത്തയായ ഒരു കാര്യം പിന്നീട് നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് അതിനെ കളയുക ചെയ്യുന്നത്.
ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ അല്ലേ, നമ്മൾ ഈ ദോശ പാനിൽ നമ്മളിങ്ങനെ ഒഴിച്ച് നമ്മളിങ്ങനെ പരത്തി, ചിലപ്പോൾ ദോശമാവ് ഇച്ചിരി പഴകിയതാണെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ വട്ടത്തിലാവത്തില്ല. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇത് ആ, കുറെ വരയൊക്കെ വന്ന് ആകെ കുളമായി ഇത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ദോശമാവ് ട്രാഷിൽ കളഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഞാൻ എന്ത് ചെയ്തിട്ട് ഇത് വട്ടത്തിലാവുന്നുമില്ല. ഇത് ദോശ ആകേണ്ടതുപോലെ ആകുന്നില്ല. ഇതിനെ കഴിക്കാൻ പറ്റാത്തൊരു പരുവത്തിൽ അതിങ്ങനെ നമ്മൾ ഈ പാനിൽ നമ്മൾ അതിനെ പരത്തിയിട്ട് പിന്നീട് അത് എടുക്കുമ്പോൾ ആ, എന്ത് ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല. അപ്പം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് പറ്റാത്ത രീതിയിൽ അത് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പേഷ്യൻസ് വളരെ കുറവാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ക്ഷമ കാണിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഇത് വരുത്തി തീർക്കാൻ നോക്കും. പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ക്ഷമ പോയി നമ്മൾ അക്ഷമരായിട്ട് നമ്മൾ അതിനെ കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കുശവനെ നോക്കുക അല്ലെ, കളിമണ്ണിന്മേൽ പണിയുന്ന കുശവനെ നോക്കുക. കളിമണ്ണ് ചീത്തയായിപ്പോയി അല്ലെ, എന്നിട്ടും കുശവൻ അതിനെ മറ്റൊരു മാനപാത്രമാക്കി തീർക്കുന്നു. അപ്പം ഇത് ദൈവം ഒരു ചിത്രം യിരെമ്യാവിന് കൊടുക്കുകയാണ് അല്ലെ. ദൈവം ഈ ചിത്രം കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യഹൂദ ദേശം അല്ലെങ്കിൽ യഹൂദ രാജ്യം, ഇസ്രായേൽ മക്കൾ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ചീത്ത അവസ്ഥയ്ക്കൊരു ഇമ്പ്രൂവ്മെന്റ്, ഒരു വ്യതിയാനം, ഒരു മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. അവര് വിഗ്രഹാരാധന ചെയ്തുകൊണ്ടിരിക്കുന്നു, അവര് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവര് ആഭിചാരത്തിലേക്ക് പോകുന്നു, അവര് എല്ലാവിധ കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട് അതെ. എളിയവർക്ക് മേൽ പീഡനം അവർ നടത്തുന്നു. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന യഹൂദ രാജ്യം. ദൈവം എന്തിനാണ് ഇസ്രായേൽ മക്കളെ വിടുവിച്ചത്? തന്നെ ആരാധിപ്പാൻ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, മിസ്രൈമിൽ നിന്ന് ആ, അബ്രഹാമിനോട് ദൈവം പറയുന്നു, ദൈവത്തെ ലോകത്തെ അനുഗ്രഹിക്കും അബ്രഹാം മൂലം. മോശയോട് ദൈവം അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലവിധ ആളുകളോട് പഴയ നിയമത്തിൽ ദൈവം അരുളി ചെയ്യുന്നുണ്ട്. എന്തിനാണ് ദൈവം ഈ ജനത്തെ ഇങ്ങനെ വിടുവിക്കുന്നത്? തന്നെ ആരാധിപ്പാനാണ്, അവരുമായുള്ള സംസർഗത്തിനാണ്, അവരുമായുള്ള ബന്ധത്തിനാണ് അല്ലേ. അങ്ങനെ നിരന്തരമായി ഇസ്രായേലിനോട് സംസാരിക്കുവാൻ, ഇസ്രായേലിനോട് ബന്ധപ്പെടുവാൻ, ഇസ്രായേൽ തന്നെ ആരാധിക്കുവാനാണ് ദൈവം അവരെ വിടുവിച്ചത് മിസ്രൈമിൽ നിന്ന്. അങ്ങനെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ കനാൻ ദേശത്തിലേക്ക് വരുന്നു. പിന്നീട് പലവിധ പാപങ്ങളിലേക്ക് ഏർപ്പെടുന്നു, മറ്റ് വിധ ജാതികളുമായുള്ള വിവാഹങ്ങൾ നടക്കുന്നു. അങ്ങനെ ആകെക്കൂടെ മൊത്തത്തിൽ ഒരു അവിയല് പരുവത്തിലിരിക്കുന്ന ഒരു ഇസ്രായേൽ ദേശത്തെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ഈ 18-ാം അധ്യായം യിരെമ്യാ 18 വരുമ്പോൾ ആകെക്കൂടെ കുളമായി, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലേ. വിഗ്രഹാരാധനയുണ്ട്, ആ, കുറ്റകൃത്യങ്ങൾ അനേകം ചെയ്യുന്നുണ്ട്, ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലും ദൈവം എത്ര പറഞ്ഞിട്ടും, ദൈവം എത്ര അവസരം കൊടുത്തിട്ടും ഇവർ നന്നാവുന്ന ലക്ഷണമില്ല അല്ലേ. എന്നാൽ ദൈവം ആരാണെന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവം സർവാധിപത്യമുള്ളവനാണ് അല്ലേ. ആ സർവാധിപത്യമുള്ള ദൈവത്തിന് മനസ്സലിവുണ്ട് എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. എന്താണ് ദൈവം പറയുന്നത്? ചീത്തയായി പോയി എങ്കിൽ പോലും ദൈവം അതിനെ കളയുന്നില്ല. കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അല്ലേ. ഇത് തന്നെയല്ലേ നമുക്കും പറയുവാനുള്ളത് അല്ലേ. നാം എത്രമാത്രം ചീത്തയായി പോയി എന്നാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അല്ലെ. എഫേസ്യർ ലേഖനം 2-ാമത്തെ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്യമാണ്. എഫേസ്യർ 2:1 എന്ന് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ക്രിസ്തുവിലൂടെ ഉയർപ്പിച്ചു അല്ലേ. അപ്പോൾ നാം വളരെയധികം യഹൂദ ദേശത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനേക്കാളും ചീത്തയായി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. നാം ഡിസേർവ് ചെയ്യുന്നത് സ്വർഗമല്ലായിരുന്നു. നാം ഡിസേർവ് ചെയ്യുന്നത്, നാം അർഹിക്കുന്നത് നിത്യനാശമായിരുന്നു, നിത്യനരകമായിരുന്നു. അങ്ങനെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു ജനം, ആ ജനത്തെയാണ് യേശു ക്രിസ്തുവിലൂടെ ദൈവം വീണ്ടെടുത്തത്. പുതിയ നിയമസഭയെ ദൈവം അങ്ങനെയാണ് വീണ്ടെടുത്തത്, കർത്താവിന്റെ ചോരയിലൂടെ, കർത്താവിന്റെ രക്തത്തിലൂടെ, തിരുരക്തത്തിലൂടെ. അപ്പോൾ ചീത്തയാകേണ്ടിയിരുന്ന ഒരു മാനപാത്രം, അല്ലെങ്കിൽ ചീത്തയായിക്കൊണ്ടിരുന്ന ഒരു മാനപാത്രമായി നാം ഓരോരുത്തരും. അങ്ങനെ ആയിരുന്ന നാം ഓരോരുത്തരെയും പുതിയ നിയമസഭയുടെ ഭാഗങ്ങളാക്കി ദൈവം അല്ലേ. സഭയുടെ സഭയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാക്കി. സഭയുടെ തല ക്രിസ്തു ആണ്. സഭയുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ആ ഓരോ അവയവങ്ങളാകുവാൻ ദൈവം നമുക്ക് നൽകി തന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് വലിയൊരു പ്രിവിലേജ് ആണ് അല്ലേ. വലിയൊരു ഒരു 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 കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. അതിന് യാതൊരുവിധ അർഹതയില്ലായിരുന്നപ്പോൾ നമ്മുടെ അർഹത എന്തായിരുന്നു? നമ്മുടെ അർഹത നിത്യനാശമായിരുന്നു അല്ലേ. കൃപയാലാണ് ദൈവം നമ്മെ
വീണ്ടെടുത്തത്. കൃപയെ തന്റെ കരുണ നമ്മുടെ മേൽ ചൊരിഞ്ഞാണ്. ചീത്തയായിക്കൊണ്ടിരുന്ന മാനപാത്രമായിരുന്നു നാം ഓരോരുത്തരും. കർത്താവ് എത്ര പണിതിട്ടും, ദൈവം എത്ര പണിതിട്ടും പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊക്കോണ്ടിരുന്ന ജനമായിരുന്നു നാം ഓരോരുത്തരും. അങ്ങനെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊക്കോണ്ടിരുന്ന ജനത്തെ, ചീത്തയായിക്കൊണ്ടിരുന്ന ഓരോ പാത്രമായിരുന്നു നാം ഓരോരുത്തരും. അങ്ങനെ ചീത്തയായിരുന്ന, അല്ലെ ചീത്ത ആയിക്കൊണ്ടിരുന്ന ഓരോ പാത്രത്തെയാണ് ദൈവം പണിത് പണിത് പണിത്, അല്ലെ ദൈവം ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പണി തീർന്നിട്ടില്ല. ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ടാം വരവ് സംഭവിക്കുന്നത് വരെ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ട് പോലും പലപ്പോഴും ചീത്തയാവാറുണ്ട്, അല്ലേ? നാം പൂർണ്ണമായ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. ക്രിസ്തുവിന്റെ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മൾ എത്തിയിട്ടില്ല. ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്, നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നാം അതിലേക്ക് എത്തുവാൻ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ അവസ്ഥയിലും ഈ അവസരത്തിലും ദൈവത്തിന് നമ്മൾ ഓർപ്പിക്കാനുള്ളത്, നമ്മെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പണി തീർന്നിട്ടില്ല. നാം അവന്റെ കൈപ്പണിയാണ്. നമ്മളത് വായിച്ചുവല്ലോ. എഫേസ്യ ലേഖനം 2:10 നമ്മളത് വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 2:10 നമ്മൾ വായിക്കുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആമേൻ. നാം അവന്റെ കൈപ്പണിയാണ്, അല്ലെ? എഫേസ്യ ലേഖനത്തിൽ പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നാം കളിമണ്ണാണ്, ദൈവം കുശവനാണ്. ആ കുശവൻ പണിതുകൊണ്ടിരിക്കുകയാണ് കളിമണ്ണാകുന്ന നമ്മുടെ മേൽ. അപ്പോൾ നാം അവന്റെ കൈപ്പണിയാണ്. അപ്പോൾ നമ്മെ എന്തിനു വേണ്ടിയാണ് ദൈവം പണിയുന്നത്? അതാണ് എഫേസ്യ ലേഖന കർത്താവ് പൗലോസ് പറയുന്നത്, സൽപ്രവൃത്തികളായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അതായത് അതിന്റെ മുമ്പിലത്തെ വാക്യം പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പൊ നമുക്ക് പ്രശംസിപ്പാൻ നമ്മുടെ യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ല, അല്ലെ? നമ്മുടെ അർഹത എന്ന് പറയുന്നത് കൃപയാണ്, ക്രൂശാണ്, കരുണയാണ്. ദൈവത്തിന്റെ കൃപ മൂലമാണ്, ദൈവത്തിന്റെ കൃപ മാത്രമാണ്, ദൈവത്തിന്റെ കരുണ മാത്രമാണ് നമുക്ക് പറയുവാനുള്ളത്, നമുക്ക് പ്രശംസിപ്പാനുള്ളത്. നമ്മുടെ ഒരു പ്രവൃത്തിയും രക്ഷിക്കപ്പെടുവാൻ കാരണമല്ല. അങ്ങനെ കൃപയാൽ കരുണയാൽ നമ്മെ വീണ്ടെടുത്ത ദൈവം, ആ കർത്താവ് നമ്മുടെ മേൽ പണിതുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? എന്തിനു വേണ്ടി? സൽപ്രവൃത്തികൾക്കായിട്ടാണ് താൻ നമ്മെ അവന്റെ കൈപ്പണിയാക്കിയിരിക്കുന്നത്. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ സൽപ്രവൃത്തികൾക്കായിട്ടാണ്. അപ്പോൾ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും ഇന്ന് ഈ പ്രഭാത സമയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം അവന്റെ കൈപ്പണിയാണ്. ആരുടെ? യഹോവയുടെ കൈപ്പണിയാണ്. നാം ദൈവത്തിന്റെ കൈപ്പണിയാണ്. കൈപ്പണിയാകുന്ന നാം എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? സൽപ്രവൃത്തികളാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുക. നമുക്ക് ലഭിച്ച ഈ മഹാഭാഗ്യം, ഈ പ്രത്യാശയുടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക. അത് അറിയിക്കുന്നതിലൂടെ അന്ധകാരത്തിലായിരിക്കുന്ന അനേകരെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് നാം കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ആത്മാവിന്റെ ഫലം നാം പുറപ്പെടുവിക്കുക, അല്ലെ? ആ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെ അനേക ക്രിസ്തുവിലേക്ക് കടന്നു വരും. അപ്പൊ ഈ സൽപ്രവൃത്തികൾ ചെയ്യുവാനാണ്. അത് മാത്രമല്ല, നമ്മെക്കുറിച്ച് ദൈവം ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നാം മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ തന്നെ ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ വരും. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് മാത്രമുള്ള സ്നേഹമല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെയും നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് മറ്റുള്ളവരെ, നമ്മുടെ അയൽക്കാരനെ, അതായത് നമ്മുടെ എല്ലാവരെയും നാം സ്നേഹിക്കുമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പലവിധ സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നമ്മെ രക്ഷിച്ചത്, ദൈവം നമ്മെ വീണ്ടെടുത്തത്. അപ്പോൾ അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നാം ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നാം പിന്നെയും പിന്നെയും ചീത്തയായി പോവുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്, അല്ലേ? നാം ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബാലശിക്ഷ തരുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും നമുക്ക് ബാലശിക്ഷ ദൈവം തരും, അല്ലേ? പിന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചീത്തയായി പോകുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മെ മറ്റൊരു മാനപാത്രമാക്കി തീർക്കുന്നത്? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങളെ ചെയ്യും. അത് ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ ദുഃഖമാകാം, ചിലപ്പോൾ പ്രതികൂലങ്ങളാകാം, ചിലപ്പോൾ പ്രയാസങ്ങളാകാം. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ മറ്റൊരു മാനപാത്രമാക്കി എടുക്കുവാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ചീത്തയായി പോകുന്നതിന് ദൈവം പെട്ടെന്ന് ഒരു 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 മിനിറ്റ് കൊണ്ട് ഒരു നല്ല മാനപാത്രമാക്കി തീർക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ചീത്തയായ കാര്യങ്ങളെ ദൈവത്തിന് എടുത്തു കളയണമെങ്കിൽ ദൈവം ചിലപ്പോൾ ചില പ്രതികൂലങ്ങളെ നമ്മുടെ മേൽ അയക്കും. ചില ബാലശിക്ഷകളെ നമുക്ക് ദൈവം തരും, അല്ലേ? ചിലപ്പോൾ ചില പ്രയാസങ്ങളെ ദൈവം നമുക്ക് തരും. ചില രോഗങ്ങളെ ചിലപ്പോൾ നമുക്ക് തരും.
നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ദൈവം അനുവദിക്കും. ദൈവം തരുമെന്ന് ഞാൻ പറഞ്ഞാൽ ദൈവം അനുവദിക്കുമെന്നാണ്. ദൈവം പാപത്തിന്റെ ഓതർഷിപ്പ് ദൈവത്തിന് ഒരിക്കലുമില്ല. പക്ഷെ ദൈവം പെർമിറ്റ് ചെയ്യും. അതാണല്ലോ പഴയ നിയമത്തിൽ യോബിന്റെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഗോഡ് പെർമിറ്റ്സ് ഈവൾ. പക്ഷേ ദൈവം അതിന്റെ ഓതർ അല്ല. യാക്കോബിന്റെ അപ്പോ ലേഖനത്തിൽ നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. ഹീസ് നോട്ട് ദ ഓതർ ഓഫ് എനി ഈവൾ, ബട്ട് ഹി പെർമിറ്റ് സർട്ടൻ തിങ്സ് ടു ഹാപ്പൻ ഇൻ അവർ ലൈഫ്. കാരണം നമ്മെ റിഫൈൻ ചെയ്യുകയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന പോലെ നാം ഇതിലൂടെ പോകുമ്പോൾ, നാം സ്വർണം തീയിലൂടെ പോകുമ്പോൾ എങ്ങനെ റിഫൈൻ ആകുന്നു, അതുപോലെ ദൈവം നമ്മെ റിഫൈൻ ചെയ്യാണ്. കളിമണ്ണാകുന്ന നമ്മെ റിഫൈൻ ചെയ്ത് മറ്റൊരു മാനപാത്രമാക്കി തീർക്കണമെങ്കിൽ, മറ്റൊരു പാത്രമാക്കി തീർക്കണമെങ്കിൽ ദൈവത്തിന് നമ്മെ റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്യണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? നമ്മുടെ ഇമ്പ്യൂരിറ്റീസ്, നമ്മൾ വേണ്ടാത്തതിനെ ദൈവത്തിന് കളയണം, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ഹൃദയത്തിലുള്ള, നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ശരീരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ, അതായത് ദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളെ ദൈവത്തിന് കളയണമെങ്കിൽ ചിലപ്പോൾ ദൈവം നമ്മെ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടും, അല്ലേ? ആ പ്രോസസ്സ് എന്തുമാകാം, അത് റിലേറ്റീവ് ആണ്. ഓരോരുത്തർക്കും ഓരോ പ്രോസസ്സ് ആയിരിക്കാം. ചിലപ്പോൾ ചിലർക്ക് അത് രോഗമായിരിക്കാം, ചിലപ്പോൾ ചിലർക്ക് അത് കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാകാം, ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യമാകാം, സഭയിലെ എന്തെങ്കിലും കാര്യമാകാം, അവരുടെ ജോലിയിലെ കാര്യങ്ങളാകാം, ചിലപ്പോൾ മനപ്രയാസങ്ങളാകാം, ചിലപ്പോൾ അവരുടെ അലട്ടുന്ന ചില കാര്യങ്ങളാകാം. പലവിധ വേദനകൾ, പലവിധ സഫറിങ്സിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. നമുക്ക് മാത്രമേ അറിയൂ, നമുക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത് ദൈവം അനുവദിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മുടെ ചീത്തത്തരങ്ങളെ, നമ്മുടെ വേണ്ടാത്ത കാര്യങ്ങളെ, ദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളെ എടുത്തു കളയുവാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ഓരോ കാര്യങ്ങളെയും അനുവദിക്കുന്നത്. അപ്പോൾ നാം ആ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ദൈവത്തോട് മറുതലിക്കരുത്. അതാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ വീഴ്ച എന്ന് പറഞ്ഞാൽ നാം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ മറുതലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? എല്ലാ ദിവസവും എനിക്കൊന്ന് 2 മാസം മുമ്പ് ബോസ്റ്റൺ പ്രേയറിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നിന്ന് സംസാരിച്ചത്. മന്ന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കൾ സ്റ്റിൽ അവർ മറുതലിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ദൈവം അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. അതായത് മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. ദൈവം അവർക്ക് മന്ന കൊടുക്കുന്നു, ദൈവം അവർക്ക് അഗ്നിത്തൂണായി, മേഘസ്തംഭമായി, എല്ലാ രീതിയിലും പരിപോഷിപ്പിക്കുന്ന ഒരു ദൈവം, അല്ലെ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടതെല്ലാം നൽകുന്ന ദൈവം പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നു. എന്നിട്ടും ഇസ്രായേൽ മക്കൾ മറുതലിക്കണം, ഗ്രംബിളിങ്, അല്ലെ? ഗ്രംബിളിങ് എന്ന വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നത്. ദേവർ മർമറിങ്, ദേവർ ഗ്രംബിളിങ്. അങ്ങനെ ആയി തീരരുത് നാം. അതാണല്ലോ നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ കാണുന്നത്. നാം അവരെ പോലെ ആകരുത്. അതിനായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. നാം ഇസ്രായേൽ മക്കളെ പോലെ ആയി തീരരുത്. അതായത് കുശവൻ നമ്മെ പണിയുമ്പോൾ, കുശവൻ നമ്മെ മറ്റൊരു മാനപാത്രമാക്കി തീർക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചീത്ത കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ട് കുശവന് ആ ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള ഷേപ്പിൽ ഒരു മാനപാത്രമാക്കി തീർക്കണമെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളെ കുശവന് കളയണം. അപ്പൊ ആ ഷേപ്പിംഗ് പ്രോസസ്സിൽ, അതായത് കുശവന്റെ കാല് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കൈകൊണ്ടാണ് പണിയുന്നത്. ആ കൈകൊണ്ട് പണിയുമ്പോൾ കുശവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി കുശവൻ ഇഷ്ടമുള്ള രീതിയിൽ ഒരു മാനപാത്രമാക്കി തീർക്കണമെങ്കിൽ കുശവന് വേണ്ടാത്ത കാര്യങ്ങളെ കളയണം. ഇപ്പം ലിറ്ററലി ഈ ഒരു ആലങ്കാരിക പ്രയോഗത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞു, കുമിളകളെ കളയണം, എയർ ബബിൾസിനെ കളയണം. അത് ആ ബബിൾസിനെ കളഞ്ഞാൽ മാത്രമേ അതിനൊരു ഷേപ്പായിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കളിമണ്ണാകുന്ന നാം, അവന്റെ കൈപ്പണിയാകുന്ന നാം, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വേണ്ടാത്ത കാര്യങ്ങളെ ദൈവത്തിന് കളയണം. അങ്ങനെ കളയണമെങ്കിൽ പലപ്പോഴും ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനുദപിച്ച് വരണം. നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനുദപിക്കണം. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല, നമ്മൾ അനുസരിക്കാറില്ല. അങ്ങനെ ദൈവം ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകി തരും. മക്കളെ, നിങ്ങൾ മടങ്ങി വാ, നിങ്ങൾ മടങ്ങി വാ, ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ, ഞാൻ നിങ്ങളെ വെൽക്കമിങ് ആയിട്ട് നിൽക്കുക, നിങ്ങളൊന്ന് മടങ്ങി വാ. മുടിയനായ പുത്രനും ആ പിതാവും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ കാണുന്നുണ്ടല്ലോ. പുത്രൻ മടങ്ങി വന്നപ്പോൾ ആശ്ലേഷിച്ചാണ് അവനെ വെൽക്കം ചെയ്തത്. ദൈവം അതിനൊരുക്കമാണ്. എന്നാൽ പലപ്പോഴും ദൈവം നമ്മളോട് മടങ്ങി വരുവാൻ പറയുമ്പോൾ നമ്മൾ മടങ്ങി വരുന്നില്ല. ഒരുപാട് അവസരങ്ങൾ നമുക്ക് ദൈവം നൽകി തരുന്നുണ്ട്, എന്നിട്ടും നമ്മൾ മടങ്ങി വരുന്നില്ല. അപ്പോൾ ദൈവം ചില പ്രയാസങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. അതൊരു പ്രോസസ്സാണ്. നമ്മളെ വേദനിപ്പിക്കുവാനല്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കുവാനല്ല, മറിച്ച് ദൈവത്തിന് നമ്മെ പണിയണം, അല്ലേ? എന്നാൽ ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് പിന്നീടും ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ട് പോലും ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തിനെതിരെ മറുതലിക്കുന്ന ഒരു ജനമാണ് ഇന്നത്തെ, പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്ത് കോളത്തിൽ നാം കാണുന്നത്, നമ്മുടെ സഭകളിൽ നാം കാണുന്നത്. അതായത് എത്ര പറഞ്ഞിട്ടും, എത്ര ദൈവം അവസരങ്ങളെ കൊടുത്തിട്ടും, ദൈവം പ്രയാസങ്ങളോടെ കടത്തി വിട്ടിട്ട് പോലും ഇത് മനസ്സിലാക്കാതെ
നിരപ്പാകാതെ, അല്ലെ, മറ്റുള്ളവരോട് യുദ്ധത്തിനായി പുറപ്പെടുന്ന ഒരു ജനത്തെയാണ് നാം നമ്മുടെ സഭകളിൽ കാണുന്നത്. അതായത് നിരപ്പാ നിരപ്പ് പ്രാപിക്കാതെ പല കൺവെൻഷനുകൾ പോലും ഇന്ന് നടക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പേരുകളൊന്നും പറയുന്നില്ല, അല്ലേ. അതായത് മനസ്സിൽ ഈർഷ്യയും പകയും വെറുപ്പും വെച്ചുകൊണ്ടാണ് ആ കൺവെൻഷനുകൾ പോലും ഇന്ന് നടക്കുന്നത്. പലപ്പോഴും പലരും പ്രസംഗിക്കുന്നത്. അതായത് അവർക്ക് സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം സഹോദരങ്ങളെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ദുഷിപ്പിച്ച, അവരെ വെറുപ്പിച്ചിട്ട് സ്റ്റേജിൽ വന്ന്, പുൾപിറ്റിൽ വന്ന് പ്രസംഗിക്കുന്ന ചില ദൈവദാസന്മാരെ നമ്മൾ ഇന്ന് കാണുന്നു. ചില കൺവെൻഷനുകൾ നമ്മൾ ഇന്ന് കാണുന്നു. ഇതെല്ലാം ന്യായവിധിക്ക് ഹേതുവാണ്. എനിക്ക് അതേ പറയുവാനുള്ളൂ. ഇതെല്ലാം ന്യായവിധിയിലൂടെ പോകും. ഇവരെല്ലാം ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ പോകുവാൻ പോവുകയാണ്. സ്തോത്രം. അതായത് മത്തായി 5:24 നമ്മൾ വായിക്കുന്നുണ്ട്. ഓൾട്ടറിൽ ഓഫറിംഗ് വെച്ചിട്ട് സഹോദരനോട് പോയി നിരപ്പ് പ്രാപിച്ചിട്ടേ നാം ആരാധനയ്ക്ക് കടന്നു വരാൻ പാടുള്ളൂ. മത്തായി 5:24 വളരെ ക്ലിയർ ആയിട്ട് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് അത് പറയുന്നുണ്ട്. മാത്യു അതായത് ചാപ്റ്റർ 5 വേഴ്സ് 23 to 24. വായിച്ചോ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അമേൻ. സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിട്ടാണ് വഴിപാട് നാം നേരേണ്ടത്, അല്ലേ. സഹോദരനോട് നിരപ്പ് പ്രാപിക്കാതെ വഴിപാട് നേരുകയാണെങ്കിൽ ആ വഴിപാട് ദൈവം സ്വീകരിക്കത്തില്ല. നാം എത്ര അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര ആത്മനിറവുണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ ആത്മ നിറവിൽ കൂടി നിന്ന് ദൈവത്തിന് സ്തുതി കരയേറ്റുമെന്ന് പറഞ്ഞാലും കാര്യമില്ല. സഹോദരനോട് നിരക്കാതെ നാം എത്ര വലിയ വഴിപാട് നമ്മൾ ദൈവത്തെ നടത്തിയാലും ദൈവം അത് സ്വീകരിക്കത്തില്ല. ദൈവം ന്യായമുള്ള ദൈവമാണ്. ദൈവം നീതിയുള്ള ദൈവമാണ്. ദൈവം അങ്ങനെയുള്ള ഒരു കുശവനാണ്. അപ്പോൾ തൻ്റെ കളിമണ്ണിനെ ദൈവം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നീതി ന്യായമുള്ള ദൈവം, ആ കുശവനായ ദൈവം തൻ്റെ കളിമണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നീതിയാണ്. തൻ്റെ കളിമണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ന്യായമാണ്, വിശ്വസ്തതയാണ്, അല്ലേ. കരുണയുള്ള ദൈവം, സ്നേഹമുള്ള ദൈവം. ആ ഇമേജിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. തൻ്റെ സ്വരൂപത്തിലാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ആ ആട്രിബ്യൂട്ട്സ് നമ്മുടെ ജീവിതത്തിൽ നാം കാണിക്കണം. സ്നേഹം നാം കാണിക്കണം, കരുണ നാം കാണിക്കണം. അല്ലാതെ ഈർഷ്യയും വെറുപ്പുമല്ല നാം കാണിക്കേണ്ടത്. അങ്ങനെ ഈർഷ്യയും വെറുപ്പും നാം കാണിച്ചിട്ട് നാം എന്ത് വഴിപാട് നേർന്നാലും, നാം എത്രത്തോളം സ്തുതി കരയേറ്റിയാലും, എത്രത്തോളം നാം അഭിഷേകത്തിൽ നിറഞ്ഞു എന്ന് പറഞ്ഞാലും ദൈവം ആ വഴിപാട് സ്വീകരിക്കുന്ന ദൈവമല്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ നാം കളിമണ്ണാകുന്ന നാം ഓരോരുത്തരും കളിമണ്ണാണ്, അല്ലേ. നാം ദൈവത്തിന്റെ കൈപ്പണിയാണ്. അപ്പോൾ ദൈവത്തിന് നമ്മെ മറ്റൊരു മാനപാത്രമാക്കി തീർക്കണമെങ്കിൽ നമ്മുടെ ചീത്ത സ്വഭാവങ്ങളെ, ചീത്തയായിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചീത്ത സ്വഭാവങ്ങളെ കളയുവാൻ ദൈവം നമ്മെ ഓരോ പ്രോസസ്സിലൂടെ കടത്തിവിടും. ദൈവം ഓരോ പ്രക്രിയയിലൂടെ നമ്മെ കടത്തിവിടും. ആ പ്രക്രിയ ചിലപ്പോൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നാം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ അത് പോയെന്നിരിക്കും. എന്നാൽ ദൈവം തന്റെ കൃപ നമ്മുടെ മേൽ തരും. ദൈവം എന്തിലൂടെ നമ്മെ കടത്തിവിട്ടാലും നമ്മളത് 1 കൊരിന്ത്യരിൽ 10 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയും. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ദൈവം തരത്തില്ല. നമുക്ക് അഥവാ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം തരികയാണെങ്കിൽ തന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയും. ആ കൃപയാൽ നമുക്കതിനെ അതിജീവിക്കുവാൻ കഴിയും. 1 പത്രോസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർണം തീയിലൂടെ കടത്തി വിടുന്ന പോലെ ദൈവം നമ്മെ ശോധനയിലൂടെ കടത്തി വിടുമ്പോൾ പൊന്നുരുക്കി ആ പൊന്നിന്റെ തിളക്കം വരുവാൻ, ആ പൊന്ന് എത്രയും റിഫൈൻഡ് ആവുവാൻ വേണ്ടിയാണ് ദൈവം കടത്തി വിടുന്നത്. അങ്ങനെ നമ്മെ ദൈവം ചില പ്രക്രിയയിലൂടെ കടത്തി വിടും. പക്ഷെ പ്രക്രിയയിലൂടെ കടത്തി വിട്ടിട്ടും നമ്മുടെ സ്വഭാവം മാറുന്നില്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാലശിക്ഷ പോരാ, ദൈവം ന്യായം വിധിക്കും, അല്ലേ. അങ്ങ് നമുക്ക് ചെന്ന് പറ്റുവാൻ ഇടവരുത്തത്തില്ല. ദൈവം അങ്ങ് ചെല്ലുവാൻ നമ്മെ സമ്മതിക്കത്തില്ല. അപ്പം രക്ഷിക്കപ്പെട്ടു എന്ന് നാം പറയുന്നുണ്ടെങ്കിൽ ആ രക്ഷയുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം കാണണം. അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഒരർത്ഥവുമില്ല, അല്ലേ. നമ്മളെല്ലാം ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഇങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്ത് എല്ലാം റെഡി ആയിട്ടിരിക്കുക സ്വർഗത്തിലേക്ക് പോകാൻ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ രക്ഷാപ്രവൃത്തികളും നമ്മൾ കാണുന്നില്ല. നമ്മുടെ ആത്മാവിന്റെ ഫലങ്ങളൊന്നും കാണുന്നില്ല. ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ നാം യഥാർത്ഥമായി ചിന്തിക്കണം, നാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ രക്ഷ യഥാർത്ഥമാണോ? നമ്മുടെ അഷുറൻസ് എന്താണ്, അല്ലെ? നാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു എവിഡൻസ് എന്താണ്? ആ എവിഡൻസ് എന്ന് പറയുന്ന സൽപ്രവൃത്തികളാണ്. അതാണ് ഞാൻ മുമ്പേ വായിച്ചത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ 4-ാം വാക്യമായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ കാരണം നാം ഇത് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ കുശവനും കളിമണ്ണും ഒരു കഥ വായിക്കുന്ന പോലെ വായിച്ചിട്ട് കാര്യമില്ല.
ഞാനും പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം, അല്ലേ? കാരണം ഇറ്റ് സ്പീക്സ് വോളിയൂംസ്. ഈ വചനഭാഗം പരിശുദ്ധാത്മാവ് ഇതിൽ ഉൾപ്പെടുത്തിയത് ഇത് നമുക്കും ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ്. നാം കളിമണ്ണാണ്. ഈ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ ദൈവം കുശവനും യഹൂദയുമാണ് ഇതിലെ കളിമണ്ണ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനം നമുക്കൊന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യം. Romans chapter 9 verse 20 to 23. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ച എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്നൊരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും മതിയോ? താങ്ക് യു. അപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യഹൂദയ്ക്ക് മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യുന്നത്, ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ, അല്ലേ? അപ്പൊ നമ്മോട് കൂടെയാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. അതായത് യഹൂദയ്ക്ക് മാത്രമുള്ളതല്ല. ന്യൂ ടെസ്റ്റ്മെന്റിൽ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, വെളിപ്പെടുത്തുവാൻ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ, അല്ലേ? അപ്പോൾ കളിമണ്ണാകുന്ന നമ്മിൽ കുശവൻ പണിതുകൊണ്ടിരിക്കുകയാണ്, അനുദിനം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചിത്രമാണ് യെരമ്യാ പ്രവാചകനെ ദൈവം കാണിക്കുന്നത്. താൻ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നാം ചീത്തയായി പോകും. ഇടയ്ക്ക് ചീത്തയായി പോകുന്നത് കുഴപ്പമില്ല, പാപ സ്വഭാവം നമ്മിൽ വരാം. നാം ഇടയ്ക്ക് പാപം ചെയ്തു പോകും. കാരണം ഇന്റൻഷനലി ആയിരിക്കാം, അൺഇൻറ്റൻഷനലി ആയിരിക്കാം, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അതൊരു പതിവാക്കരുത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ എനിക്ക് പറയാനുള്ളത്. അതൊരു പതിവാക്കുവാനുള്ളതല്ല. 1 യോഹന്നാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് പതിവാക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചത്തിലാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നാം ഇപ്പോഴും ഇരുട്ടിലാണ്. ഇരുട്ടിൽ നിന്ന് ദൈവം നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ വെളിച്ചത്തിൽ നടക്കുവാനാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്. പിന്നീട് നാം ഇരുട്ട് തപ്പിപ്പോകരുത്. പിന്നീട് നമ്മൾ ഇരുട്ട് തപ്പി പോവുകയാണെങ്കിൽ നാം പിന്നെ നാശയോഗ്യരായി തീരുകയാണ് ചെയ്യുന്നത്. നാം നിത്യശിക്ഷാവധിക്ക് യോഗ്യരായി തീരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ചിലപ്പോൾ ചിലരുണ്ട്, വെളിച്ചത്തിൽ വന്നിട്ട് ഇടയ്ക്ക് കുറച്ച് ഇരുട്ടാകാം, എന്നിട്ട് വെളിച്ചത്തിൽ വരാം, പിന്നെ ഇരുട്ടിലോട്ട് പോകാം, പിന്നെ വെളിച്ചത്തിൽ വരാം. അവർക്ക് തോന്നുമ്പോൾ ഇരുട്ടിൽ പോകും, തോന്നുമ്പോൾ വെളിച്ചത്തിൽ നടക്കും. അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്, അല്ലേ? അതാണ് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നാം ഇന്ന് കാണുന്നത്. തങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ വെളിച്ചത്തിലും, ചിലപ്പോൾ പുൾപിറ്റിലായിരിക്കുമ്പോൾ അവർ വെളിച്ചത്തിലായിരിക്കും, പുൾപിറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ഇരുട്ടിലായിരിക്കും, അല്ലേ? അപ്പം പുൾപിറ്റിലായിരിക്കുമ്പോൾ വെളിച്ചത്തിലും, പുൾപിറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്ധകാരത്തിലും ആയിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇനി വിശ്വാസികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി, നാം കളിമണ്ണാന്ന് ഓർക്കണം. ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയെന്ന് ഓർക്കണം. ദൈവം ചീത്തയായതിനെ കളയുന്ന ഒരു കുശവനാണെന്ന് നാം ഓർക്കണം. അപ്പോൾ ഈ വേണ്ടാത്ത കാര്യങ്ങൾ വരുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് മാനസാന്തരപ്പെടണം. അതാണ് ഞാൻ 4-ാമത്തെ തീമായിട്ട് മുമ്പേ പറഞ്ഞത്. നാം മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടണം. നമ്മൾ പിന്നീടുള്ള വാക്യം നമ്മൾ ഇന്ന് വായിക്കാൻ പോവുകയാണ്. ദൈവം സർവാധിപത്യമുള്ള ദൈവമാണ്. വളരെ ക്ലിയർ ആയിട്ട് സ്പഷ്ടമായിട്ടും നാം ഇതിന്റെ പ്രധാന തീമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവം പരമാധികാണ്. ഗോഡ് ഇസ് സോവറൻ, അല്ലേ? ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ദൈവം സകലത്തിന്മേലും നിയന്ത്രണമുള്ള ദൈവമാണ്. ദൈവം സകലത്തെയും അറിയുന്ന ദൈവമാണ്. ദൈവം സർവശക്തനാണ്. ദൈവം സർവവ്യാപിയാണ്. ദൈവം സകലത്തിലും മേൽ കൺട്രോൾ ഉള്ള ദൈവമാണ്, നിയന്ത്രണമുള്ളവനാണ്. ദൈവത്തിന്റെ പരമാധികാരത്തിന് പുറത്തൊന്നും നടക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ദൈവത്തിന്റെ പരമാധികാരത്തിനുള്ളിലാണ്. ആ പരമാധികാരത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ചോയ്സസ് തന്നിട്ടുണ്ട്, അല്ലേ? ദൈവം നമുക്ക് വില്ല് തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് ചോയ്സസ് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇച്ഛകൾ ദൈവത്തിന്റെ പരമാധികാരവുമായി കോംപ്ലിമെന്റ് ചെയ്താണോ പോകുന്നത് എന്നുള്ളത് നാം ഈ പ്രഭാത സമയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ഛകൾ എങ്ങനെയാണ്? നമ്മുടെ ഇച്ഛകൾ പാപേച്ഛകളാണോ, അതോ നമ്മുടെ ഇച്ഛകൾ വിശുദ്ധിക്ക് തക്കവണ്ണമുള്ളതാണോ എന്നുള്ളതാണ് നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടത്. പാപേച്ഛകളാണെങ്കിൽ ആ പാപേച്ഛകളെ കളഞ്ഞ് കുശവൻ തനിക്ക് ഇഷ്ടമുള്ള മാനപാത്രമാക്കി തീർക്കുന്ന എങ്ങനെയാണ്? ആ പാപേച്ഛകളെ കളഞ്ഞ് വിശുദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്, അല്ലേ? ആ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ, മറ്റൊരു മാനപാത്രമാക്കി തീർക്കുവാൻ, അതായത് ചീത്ത കാര്യങ്ങൾ, പാപ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് വെടിഞ്ഞ്
ദൈവം മറ്റൊരു മാനപാത്രമാക്കി തീർക്കണമെങ്കിൽ, ആ വിശുദ്ധി നമ്മുടെ മേൽ വരണമെങ്കിൽ പാപേച്ഛകൾ കളയണം. ആ പാപേച്ഛകൾ ചിലപ്പോൾ കളയണമെങ്കിൽ നാം ചിലപ്പോൾ പ്രതികൂലങ്ങളിലൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ രോഗങ്ങളിലൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ പ്രയാസങ്ങളിലൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ ദുഃഖങ്ങളിലൂടെ പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴാണ് നാം റിഫൈൻഡ് ആകുന്നത്. അങ്ങനെ റിഫൈൻഡ് ആകുമ്പോഴാണ് ദൈവം തന്റെ പ്രതിബിംബം നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ ദൈവം കാണുന്നത്. അല്ലെ, ഒരു മിററാണ് ദൈവം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നാം കളിമണ്ണാണ്. ആ കളിമണ്ണിന്മേൽ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ പ്രതിബിംബം കാണുവാൻ പറ്റുന്നിടത്തോളം കാലം, എന്നത് കാണാൻ പറ്റുന്നു അന്ന്, അത് കർത്താവിന്റെ വരവിലാണ് സംഭവിക്കുന്നത്. ആ പ്രതിബിംബം പൂർണ്ണമായി സംഭവിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തു രണ്ടാമത് വീണ്ടും വരുമ്പോഴാണ്, കർത്താവ് രണ്ടാമത് വീണ്ടും വരുമ്പോഴാണ്. അന്നേ കർത്താവിനെ പൂർണ്ണമായി നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടത്തുള്ളൂ. അതുവരെ ഈ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുശവൻ, അല്ലെ, കളിമണ്ണിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കുശവൻ. അപ്പോൾ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്, ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ആ മിറർ, ആ ദൈവത്തിന്റെ പൂർണ്ണമായ പ്രതിബിംബം നമ്മിൽ ദർശിക്കുന്നത് വരെ, ആ ദർശിക്കുന്നത് വരെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, ആ വേല എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ നമ്മുടെ മരുഭൂ പ്രയാണം എന്ന് പറയുന്നത്. ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. ആ പണിതുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്, അല്ലേ. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, ഇഷ്ടമല്ലാത്തതായിരിക്കാം. എന്ത് തന്നെ സംഭവിച്ചാലും റോമർ 8:28 പറയുന്ന പോലെ ഫൈനലി സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കായാണ്, അല്ലേ. നാം ആ വാക്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കഷ്ട നഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടുമെന്നാണ് പാട്ടുകാരൻ പറയുന്നത്, അല്ലേ. അപ്പൊ കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം നാം നേരിൽ നമുക്ക് കാണുവാൻ പറ്റണം. ആ പൊന്മുഖം നമുക്ക് നേരിൽ കാണുവാൻ വേണ്ടിയാണ് കഷ്ടനഷ്ട ശോധനകളിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്, അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ, ആ പൊന്മുഖം കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നാം മറ്റൊരു മാനപാത്രമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ ചീത്തയായിക്കൊണ്ടിരിക്കും. കഷ്ടനഷ്ട ശോധനകൾ നമ്മൾ പിന്നെയും മറുതലിക്കുകയാണെങ്കിൽ, ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ നാം മറുതലിക്കുകയാണെങ്കിൽ, നാം ഗ്രംബിൾ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് തന്റെ പൊന്മുഖം നേരിൽ കാണുവാൻ പറ്റുകയില്ല. നാം പിന്നീട് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും, അല്ലേ. അപ്പോൾ 4-ാം വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കാം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. തനിക്ക് തോന്നിയതുപോലെ, അല്ലേ. തനിക്ക് തോന്നിയതുപോലെ എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം സർവാധിപത്യം ഉള്ളവനാണ്, പരമാധികാരിയാണ്. തനിക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ തൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം, തൻ്റെ ക്യാരക്ടറിനൊത്തവണ്ണം. ദൈവത്തിന്റെ ക്യാരക്ടറിന് ഒരിക്കലും ഒരു മാറ്റമില്ല. ദൈവത്തിന്റെ സ്വഭാവത്തിൽ, തൻ്റെ ദിവ്യ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ദൈവം ഇമ്മ്യൂട്ടബിൾ ആണ്, അൺചേഞ്ചബിൾ ആണ്, അല്ലേ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒത്തവണ്ണമാണ് തനിക്ക് തോന്നിയതുപോലെ താൻ മറ്റൊരു പാത്രമാക്കി തീർക്കുന്നത്. അതാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്. നമുക്ക് ചോദിക്കാൻ ഒരു അധികാരമില്ല, അല്ലേ. നാം കളിമണ്ണാണ്, നമ്മെ ദൈവം ഉണ്ടാക്കിയതാണ്, അല്ലെ. നാം ഉണ്ടായതല്ല, മനസ്സിലാക്കണം, നമ്മെ ദൈവം ഉണ്ടാക്കിയതാണ്. ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27 നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ. ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഉളവായി എന്നല്ല നമ്മൾ വായിക്കുന്നത്, മനുഷ്യൻ എങ്ങനെയോ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതല്ല വായിക്കുന്നത്, മനുഷ്യൻ പരിണാമം വന്നു എന്നല്ല നാം വായിക്കുന്നത്. എന്നാൽ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവമാണ് കുശവൻ, നാം കളിമണ്ണാണ്. അങ്ങനെ കളിമണ്ണിന്മേൽ ദൈവം വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പൗലോസ് റോമർക്ക് ചോദിക്കുകയാണ്, കുശവൻ അതേ പിണ്ടത്തിൽ നിന്നൊരു പാത്രം മാനത്തിന് മറ്റൊരു പാത്രം അപമാനത്തിനും ഉളവാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ദൈവം ചിലപ്പോൾ അപമാനത്തിന്, അല്ലെ, ഈ പൗലോസ് പറയുന്ന പോലെ ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ ദൈവം ചോദിക്കുന്ന ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് യാക്കോബിന്റെയും ഏശാവിന്റെയും കാര്യമാണ്. മോവാബ്യരും യഹൂദ ജനവും, അങ്ങനെ നമുക്കറിയാം. ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതായത് ദൈവം ചിലപ്പോൾ മാനകാര്യത്തിന് ദൈവം ഉപയോഗിക്കും, ചില ഹീനകാര്യത്തിന് ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് ഈ ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നത്? അവർ നിരന്തരമായി ദൈവത്തിന്റെ വില്ലിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫറവോന്റെ ഹൃദയം അതായത് ഒരുപാട് അവസരങ്ങൾ ഫറവോന് കൊടുത്തു. ഫറവോൻ തന്നെ തന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അവസാനം ദൈവവും കഠിനപ്പെടുത്തി, അല്ലേ. അപ്പോൾ ഗോഡ് ഇസ് സോവറൻ, ദൈവം പരമാധികാരിയാണ്. ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി തരും. നാം നിരന്തരം ആ അവസരം ലഭിച്ചിട്ടും പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് മറുതലിച്ച് പോവുകയാണെങ്കിൽ, പിന്നീട് ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തും. ദൈവത്തിന് അതിന് അധികാരമുണ്ട്. ഗോഡ് ഇസ് സോവറൻ. ദൈവത്തോട് ചോദിക്കാൻ നാം ആരുമല്ല, അല്ലെ. നാം കളിമണ്ണാണ്, ദൈവം കുശവനാണ്. എന്നാൽ ദൈവം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഒരു പ്രധാന തീം നമ്മൾ കാണാൻ, ദൈവം സ്നേഹവാനാണ്. ദൈവം അവസരങ്ങൾ നൽകിത്തരും. എന്നാൽ ആ അവസരങ്ങൾ ലഭിച്ചിട്ടും നാം പിന്നീട് മറുതലിച്ച്
പിന്നീട് ദൈവ വഴി വിട്ടു പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ദൈവമല്ല, നാമാണ്. നമ്മുടെ അനുസരണക്കേടാണ്, അല്ലെ, നമ്മുടെ ഡിസൊബീഡിയൻസ് ആണ് ഇതിന് കാരണം. ദൈവം ഒരുപാട് അവസരങ്ങൾ നൽകി തന്നിട്ട് നാം മറുതലിച്ച് ദൈവത്തെ അനുസരിക്കാതെ നാം ദൈവത്തെ വിട്ടു പോവുകയാണെങ്കിൽ അതിന്റെ കാരണക്കാരൻ നാം മാത്രമാണ്. അപ്പൊ അത് പൗലോസ് പറയുന്നാൽ ദൈവം തന്നെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളായ നമ്മെ വിളിച്ച് തേജസ്സിനെ മുന്നൊരുക്കി കരുണാപാത്രങ്ങളായ നമ്മിൽ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്, അല്ലേ? അതായത് ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ തീമിൽ പ്രധാനമാണ്, ദൈവം കരുണയുള്ള ദൈവമാണ്, ദൈവം പരമാധികാരിയാണ്, ദൈവം സ്നേഹം കാണിക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവത്തിന്റെ ക്ഷമ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല, അല്ലെ? ദൈവം കൃപയും കരുണയും നിറഞ്ഞവനാണ്, ദൈവം കൃപാലുവാണ്, ദയാലുവാണ്, ദീർഘക്ഷമയുള്ളവനാണ്, അല്ലെ? ദൈവം സ്നേഹം നിറഞ്ഞവനാണ്. എന്നാൽ ദൈവത്തിന്റെ ക്ഷമയെ നാം പരീക്ഷിക്കുവാൻ പാടില്ല. ദൈവം ഇത്ര അധികം അവസരങ്ങൾ നൽകിയിട്ടും നാം പിന്നീട് ദൈവത്തോട് മറുതലിക്കുകയാണെങ്കിൽ, വീഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്ക് നാം പോവുകയാണെങ്കിൽ, നാം മനസ്സിലാക്കണമെന്ന കാര്യം, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്, അല്ലെ? പലപ്പോഴും നമ്മുടെ ന്യായം വിധിക്കുന്ന ദൈവത്തെപ്പറ്റി നാം ഇന്ന് പ്രസംഗിക്കാറില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കൾച്ചർ എന്ന് പറയുന്നത് സ്നേഹമുള്ള ദൈവം, ഗോഡ് ഇസ് ലവ്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. നാം സ്നേഹം മാത്രമേ പറയാൻ പാടുള്ളൂ, നാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആട്രിബ്യൂട്ട് മാത്രമേ മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ. ശിക്ഷയൊന്നും നമ്മൾ മിണ്ടാൻ പോലും പാടില്ല, അല്ലെ? പണ്ടുള്ള അപ്പച്ചൻ, ഞാൻ ഓർക്കുന്നു എൻ്റെ ചെറുപ്പകാലത്ത് അപ്പച്ചന്മാരുടെ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാന്നുള്ള പ്രസംഗങ്ങൾ അനവധി ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പകാലത്ത്. ഇന്നതൊന്നും കേൾപ്പാനില്ല. ഇന്ന് ദൈവം സ്നേഹമാണ്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, നാം എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ദൈവം സ്നേഹമുള്ള ദൈവമാണ്, ദൈവം കരുണയുള്ള ദൈവമാണ് എന്നുള്ള പ്രസംഗങ്ങളാണ്. അങ്ങനെ മോട്ടിവേഷൻ മാത്രമാണ് പ്രസംഗിക്കുന്നത്, നമ്മെ ഒന്നൊന്നും ഇമോഷണലി നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക. എന്നാൽ നാം മനസ്സിലാക്കണം, ദൈവം ബാലശിക്ഷ നൽകുന്ന ദൈവമാണ്. വളരെ കൃത്യമായിട്ട് ബൈബിൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ബാലശിക്ഷ നൽകുന്ന ദൈവമാണ്, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അല്ലേ? നാം പാപത്തിൽ തുടരുകയാണെങ്കിൽ നമുക്ക് ദൈവം വാർണിങ്സ് തന്നിട്ടുണ്ട്. ഫൈനലി ആ വാർണിങ്സിനെ മറുതലിച്ച് വാർണിങ്സിനെ നാം മുഖവിലേക്ക് എടുക്കാതെ നാം പിന്നീടും പാപത്തിലേക്ക് പോവുകയാണെങ്കിൽ നിത്യശിക്ഷാവധിയാണ് നമ്മെ കാത്തിരിക്കുന്നത്. അത് നാം എത്ര വലിയ വിശുദ്ധനാണെന്ന് നാം പറഞ്ഞാലും ദൈവത്തിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കാതെ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ, ദൈവത്തിന്റെ വാർണിങ്സിനെ നാം ഓവർടേക്ക് ചെയ്ത് നമ്മുടെ ഇച്ഛ പ്രകാരം, പാപേച്ഛ പ്രകാരം നാം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യമാണ് നമ്മെ കാത്തിരിക്കുന്നത്, സ്വർഗമല്ല, നിത്യനാശമാണ്, നിത്യശിക്ഷാവധിയാണ് നമ്മെ കാത്തിരിക്കുന്നത്. 5-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, അപ്പോൾ ഓൾറെഡി ഒരു ചിത്രം യിരെമ്യാവിന് കിട്ടി, അല്ലെ? യിരെമ്യാവ് കുശവന്റെ വീട്ടിൽ പോയി കുശവൻ വേല ചെയ്യുന്നത് കണ്ടു. എങ്ങനെയാണ് വേല ചെയ്യുന്നത് കണ്ടു. ചീത്തയായി പോയ പാത്രങ്ങളെ കളിമണ്ണിനെ എങ്ങനെ വേറൊരു പാത്രമാക്കി തീർത്തെന്ന് യിരെമ്യാവ് കണ്ടു. എന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് യഹോവയ്ക്ക് ഒരു അരുളപ്പാടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു വ്യാഖ്യാനം എന്ന രീതിയിലാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഈ കുശവനും കളിമണ്ണും എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു അർത്ഥം എന്താണ്? അതാണ് 5 മുതൽ കാണുന്നത്. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? ദൈവത്തിന്റെ സർവാധിപത്യമാണ് അത് തെളിയിക്കുന്നത്, അല്ലേ? ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലോ? എനിക്ക് ചെയ്യുവാൻ കഴിയും. അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഉത്തരവും ദൈവം തന്നെ പറഞ്ഞത് കഴിയും. കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. അത് ഞാൻ ഓൾറെഡി അത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അധികം ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഈ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ ഇസ്രായേൽ ഗൃഹത്തോടാണ് പറയുന്നത്, യഹൂദ രാജ്യത്തോടാണ് പറയുന്നത്. യഹൂദ രാജ്യമാണ് കളിമണ്ണ്, കുശവൻ ദൈവമാണ്. അതിന് ഇന്റർപ്രിട്ടേഷനാണ്, ഡയറക്റ്റ് ഇന്റർപ്രിട്ടേഷനാണ്. കൃത്യമായിട്ട് ആ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവമാണ് കുശവൻ, യഹൂദ രാജ്യം, ഇസ്രായേൽ ഗൃഹമാണ് കളിമണ്ണ്. അപ്പം കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത് ജാതി തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. ഇവിടെ നാം കാണുന്നത് കരുണയുള്ള ദൈവത്തെയാണ്, സ്നേഹമുള്ള ദൈവത്തെയാണ്. ആ നാശത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. എന്തുകൊണ്ടാണ് അനുദപിക്കുന്നത്? ദൈവത്തിന് കരുണയുള്ളതുകൊണ്ട്, ദൈവത്തിന് കൃപയുള്ളതുകൊണ്ട്, ദൈവം ദയാലു ആയതുകൊണ്ട്, ദൈവത്തിന് ദീർഘക്ഷമയുള്ളതുകൊണ്ട്. അതായത് സർവാധിപത്യമുള്ള ദൈവം തന്നെ, പരമാധികാരിയായ ദൈവം തന്നെ കരുണയുള്ള ദൈവമാണ്, അല്ലേ? അതായത് നമ്മുടെ ദുഷ്ടത തിരിഞ്ഞ് നാം മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ദൈവം ചെയ്യാൻ പോകുന്ന ദുഷ്ടതയെ ഓർത്തിച്ച് അനുദപിക്കും. അഗെയിൻ നാം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നാം വായിക്കുന്നത്. ദൈവം ഇത് ഈ എഴുതുമ്പോൾ ദൈവം ഇങ്ങനെ ദൈവം റിപ്പന്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ ഇതിനെ കാണരുത്. ദൈവത്തിന്റെ മനസ്സാണ് നാം മനസ്സിലാക്കേണ്ടത്, അല്ലേ?
ദൈവത്തിന്റെ മനസ്സൊരു ഹ്യൂമൻ പെർസ്പെക്റ്റീവ് നാം മനസ്സിലാക്കുമ്പോൾ അനുദപിക്കുന്ന മനസ്സുള്ള ദൈവം എന്ന രീതിയിൽ നാം മനസ്സിലാക്കുക. എന്നാൽ ദൈവം അനുദപിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ദൈവം ആ ദുഷ്ടത നീക്കിക്കളയുമെന്ന രീതിയിലാണ് നാം അത് മനസ്സിലാക്കേണ്ടത്. ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം മനുഷ്യരെ പോലുള്ള വികാരങ്ങളെ, അങ്ങനെ മനുഷ്യരെ പോലല്ല ദൈവം നടക്കുന്നത്. ദൈവത്തിന്റെ വികാരങ്ങൾ അങ്ങനെയല്ല. നാം അത് മനസ്സിലാക്കണം. ദൈവം നമ്മുടെ ഹ്യൂമൻ മൈൻഡിന് സങ്കല്പിക്കാനപ്പുറമുള്ളതാണ് ദൈവം എന്നൊരു കോൺസെപ്റ്റ്. എന്നാൽ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയുവാൻ വേണ്ടിയാണ് ദൈവം പറയുന്നത്. അങ്ങനെ ദുഷ്ടത തിരിഞ്ഞ് നാം മാനസാന്തരപ്പെടുകയാണെങ്കിൽ ആ ദോഷത്തെക്കുറിച്ച്, നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. ആര്? ദൈവം അനുദപിക്കും. എന്ന് വെച്ചാൽ ദൈവം കരുണയുള്ള ദൈവമാണ്. ദൈവം ആ ദുഷ്ടത നീക്കിക്കളയും. ദൈവം എന്താണ് നമുക്ക് വരുത്തുവാൻ ഉദ്ദേശിച്ചത് അത് നീക്കിക്കളയും നാം മാനസാന്തരപ്പെടുകയാണെങ്കിൽ. നമുക്കറിയാം, യോനയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോന 3:9-10. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. അല്ലെ? അപ്പം പ്രൂവൺ ആണ്, ദൈവം അത് ചെയ്യുന്ന ദൈവമാണ്. അതായത് നാം അനുദപിച്ചു എന്ന് ദൈവം കണ്ടാൽ ദൈവം ആ അനർത്ഥം നമുക്ക് വരുത്തത്തില്ല. ആ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. യോന 3:9-10 യോനയുടെ പുസ്തകത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ദൈവം പറയുക മാത്രമല്ല, ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവം അനർത്ഥം വരുത്തത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം അനർത്ഥം വരുത്തത്തില്ല. ദൈവം അനുദപിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം എന്ത് അനർത്ഥമാണ് നമുക്ക് വെച്ചിരുന്നത്, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം അത് നീക്കിക്കളയും. അതായത് ദൈവത്തിന്റെ ആക്ഷൻസിനോട് ഒരു ചേഞ്ച് വരും. ദൈവത്തിന്റെ മനസ്സിനൊരു ചേഞ്ച് ഇല്ല, ദൈവത്തിന്റെ ക്യാരക്ടറിനൊരു ചേഞ്ച് ഇല്ല, മറിച്ച് ദൈവത്തിന്റെ ആക്ഷൻസ് ദൈവം മാറ്റും. അതായത് ദൈവത്തിന്റെ ആക്ഷൻസ് നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണോ അതനുസരിച്ച് ദൈവം മാറ്റും. പക്ഷെ ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ മനസ്സിന് മാറ്റമില്ല, ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? നാം വളരെ സിമ്പിളായിട്ട് ഹ്യൂമൻ പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം ഇത്ര സിമ്പിളാണ്. നാം ദുഷ്ടത തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് വന്നാൽ ദൈവം ന്യായം വിധിക്കത്തില്ല. ദൈവം കരുണയുള്ള ദൈവമാണ്. എന്നാൽ നാം ദുഷ്ടതയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദൈവം നമുക്ക് ബാലശിക്ഷ നൽകി തരും. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്, അല്ലേ? ദൈവം നമുക്ക് ശിക്ഷ നൽകി തരും. എന്നാൽ നാം ദുഷ്ടത തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് കടന്നു വരികയാണെങ്കിൽ ദൈവം നമുക്ക് തന്റെ കരുണ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കും. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, ക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടെടുത്തു. ക്രിസ്തുവിലൂടെ നിത്യശിക്ഷാവധി ദൈവം നീക്കിക്കളഞ്ഞു, അല്ലേ? അപ്പോൾ രക്ഷിക്കപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെയാണ് നിത്യശിക്ഷാവധി നീക്കിക്കളഞ്ഞത്. നാം രക്ഷിക്കപ്പെട്ടു, നാം അവനിൽ വിശ്വസിച്ചു, നാം ക്രിസ്തുവിൽ വിശ്വസിച്ചു, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നാം രക്ഷയുടെ യാതൊരുവിധ സൽപ്രവൃത്തികളും കാണിക്കാതെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ നാം സംശയിക്കണം, നാം രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ളത്. അങ്ങനെ നാം രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ നിത്യശിക്ഷാവധിയാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതായത് രക്ഷ പറച്ചിലിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളിലും രക്ഷ കാണാം. അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ കൃത്യമായി, യാക്കോബിന്റെ ലേഖനം ബൈബിളിൽ ഉള്ളതിനൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ ആ യാക്കോബിന്റെ ലേഖനം ഇല്ലായിരുന്നു പലരും രക്ഷ പറച്ചിലിൽ മാത്രമായിട്ട് ഒതുക്കിയേരും. രക്ഷ പ്രവൃത്തികളിൽ കാണാം. നാം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികളാൽ അല്ല, അത് കൃത്യമാണ്, ഡോക്ടറിനാണ്. നാം നീതീകരിക്കപ്പെടുന്നത് കൃപയാൽ മാത്രമാണ്, വിശ്വാസത്താൽ മാത്രമാണ്. ജസ്റ്റിഫിക്കേഷൻ ഇസ് ബൈ ഫെയ്ത്ത് അലോൺ. പക്ഷേ ഫെയ്ത്ത് ഇസ് നോട്ട് അലോൺ ഇൻ ഇറ്റ് സെൽഫ്. ഫെയ്ത്ത് ഇസ് പ്രൂവൺ ത്രൂ വർക്ക്സ്. പ്രവൃത്തികളാലാണ് വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. ആ രക്ഷാപ്രവൃത്തികൾ, ആ സൽപ്രവൃത്തികൾ നമ്മൾ വായിച്ചില്ല, എഫേസ്യ ലേഖനം 2:10 നമ്മുടെ വിശ്വാസം നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ തെളിയണം. ആ സൽപ്രവൃത്തികളോട് തെളിയിക്കുവാനാണ് ദൈവം നമ്മിൽ പണിതുകൊണ്ടിരിക്കുകയാണ്, ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഫിലിപ്പിയർ 2:12-13 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തന്റെ ഇച്ഛയ്ക്കായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ നാം അത് പുറത്ത് കാണിക്കണം, നാം റെസ്പോണ്ട് ചെയ്യണം, നാം പ്രതികരിക്കണം. സൽപ്രവൃത്തികളിലൂടെ, ഭയത്തോടെ, വിറയലോടെ ദൈവത്തെ സേവിക്കണം. അങ്ങനെ നാം സൽപ്രവൃത്തികളാൽ നമ്മുടെ രക്ഷയെ തെളിയിക്കണം, അല്ലെ? അപ്പോൾ നമ്മളിവിടെ വായിച്ചത്, ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ചിടിച്ച് നശിപ്പിച്ച് കളയുന്ന അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത് ജാതി തന്റെ ദുഷ്ടത വിട്ടു തിരിയുന്നുവെങ്കിൽ, മാനസാന്തരത്തിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ വായിക്കുന്നത്. നാം മാനസാന്തരപ്പെടണം. മാനസാന്തരം ഒരു ദിനം മാത്രം നടക്കുന്ന കാര്യമല്ല, മാനസാന്തരം അനുദിനം നടക്കേണ്ട കാര്യമാണ്. ദിനംതോറും നാം മാനസാന്തരപ്പെടണം, അല്ലേ? കാരണം എന്താണ്? നാം ദിനംതോറും പാപം ചെയ്യുന്നുണ്ട്. നാം പാപം ചെയ്യുന്ന ഒറ്റ ദിവസത്തെ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുവാനല്ല, മറിച്ച് നാം രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ എവ്രി ഡേ നാം നമ്മുടെ മനസ്സിന് ഒരു അന്തരം വരണം. എന്താണ് മാനസാന്തരം? നമുക്കറിയാം, നമ്മുടെ മനസ്സിനുള്ള അന്തരം, അതൊരു യൂ ടേൺ ആണ്, അല്ലെ? മെറ്റനോയി എന്ന ഗ്രീക്ക് പദമാണ് മാനസാന്തരത്തിന് ഉപയോഗിക്കുന്നത്. നാം തിരിയണം,
ദൈവത്തിങ്കിലേക്ക് തിരിയണം. പാപത്തിൽ പൊക്കോണ്ടിരുന്ന നാം പെട്ടെന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്കാകണം. പിന്നെയും നാം തിരിയാൻ സാധ്യതയുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ടിട്ട് കഴിഞ്ഞിട്ട് പോലും നാം പിന്നീടും പാപത്തിലേക്ക് തിരിയും. കാരണം നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടും. നമ്മുടെ ശരീരത്തിന് ലോകത്തോടൊരു ആകർഷണമുണ്ട്. എവ്രിഡേ കർത്താവിങ്കിലേക്ക് നാം തിരിയണം, ദൈവത്തിങ്കിലേക്ക് നാം തിരിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ മാനസാന്തരം നമ്മുടെ ഉള്ളിൽ നടക്കണം. ആ മാനസാന്തരം നമ്മുടെ മനസ്സിൽ നടന്നാൽ മാത്രമേ നമ്മുടെ പ്രവൃത്തികളിൽ അത് തെളിയിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മുടെ മനസ്സിന് യഥാർത്ഥമായ ഒരു അന്തരം, ഒരു ചേഞ്ച് വരുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും പാപപ്രവൃത്തികളായിരിക്കും. നമ്മുടെ ഇച്ഛകളും പാപേച്ഛകളായിരിക്കും. അപ്പൊ ആ മാനസാന്തരം, ദുഷ്ടത തിരിഞ്ഞ് മാനസാന്തരത്തിലേക്ക് ദൈവം വരുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെ? എന്നിട്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് അനുതപിക്കും. എന്നിട്ട് പിന്നീട് എന്താണ് പറയുന്നത്? ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിട്ട് അതെന്റെ വാക്ക് കേട്ടനുസരിക്കാതെ, അല്ലെ, എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. അതായത് രണ്ട് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് 6ഉം 7ഉം 8ഉം 9. 6, 7ഉം പറയുന്നത് അവർ ദുഷ്ടത തിരിയുന്നുവെങ്കിൽ ഞാൻ അവരോട് കരുണ കാണിക്കും, അനർത്ഥത്തെ ഞാൻ മാറ്റും, അല്ലേ? അതുപോലെ 9ഉം 10ഉം എന്താണ് പറയുന്നത്? അവർ തിരിയുന്നില്ല എങ്കിൽ, അല്ലെ, ഞാൻ അതിനെ പണിയും എടുക്കുകയും ചെയ്തിട്ട് അതെന്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ, എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് നന്മയാണോ അവരിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചത് അതിനെ ഓർത്ത് അനുദപിക്കുക. അതായത് അവിടെ ദൈവത്തിന്റെ ന്യായവിധിയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പൊ ആദ്യം ദൈവത്തിന്റെ കരുണ നമ്മൾ കണ്ടു, രണ്ടാമത് ദൈവത്തിന്റെ ന്യായവിധി നമ്മൾ കണ്ടു, അല്ലേ? അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഓൾറെഡി കണ്ടു. ദൈവത്തിന്റെ സർവാധിപത്യം നമ്മൾ കണ്ടു, ദൈവം പരമാധികാരി ആണെന്ന് നമ്മൾ കണ്ടു. എവിടെ നമ്മൾ കണ്ടു? 6ആം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഈ കുശവൻ ചെയ്തത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ പരമാധികാരമാണ് നമ്മൾ കണ്ടത്. രണ്ടാമത് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ മനസ്സലിവാണ്. എബ്രായ ഭാഷയിൽ അതിനൊരു വാക്കുണ്ട്, ഹെസ്സേദ്. ദൈവത്തിന്റെ ഹെസ്സേദ്, ദൈവത്തിന്റെ കമ്പാഷൻ, ദൈവത്തിന്റെ കൈൻഡ്നസ്, ദൈവത്തിന്റെ സ്നേഹം. ഹെസ്സേദ് എന്ന വാക്ക് പലയിടത്ത് പഴയ നിയമത്തിൽ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഹെസ്സേദ് നമ്മൾ മനസ്സിലാക്കുക, ആ കമ്പാഷൻ, ആ മനസ്സലിവ് നാം കാണാതെ പോകരുത്. ദൈവത്തിന് നമ്മളോടുള്ള മനസ്സലിവ് അതാണ് 7 8 നമ്മൾ കാണുന്നത്. തന്നെ ദുഷ്ടത വിട്ടുതിരിയുന്നുവെങ്കിൽ രഹുദ രാജ്യം മാനസാന്തരപ്പെടുകയാണെങ്കിൽ അവരോട് നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ദൈവം അനുതപിക്കും. എന്നാൽ അവരെ ദൈവത്തെ അനുസരിക്കാതെ അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് അരുളിച്ച നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. അപ്പം ദൈവം കരുണയുള്ള ദൈവമാണ്, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ദൈവം ഈ രണ്ട് ക്യാരക്ടറും ബാലൻസ് ചെയ്ത് നമ്മൾ പഠിക്കണം, അല്ലേ? ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത്, നമ്മൾ സന്തുലിതമായിട്ടാണ് വേദപുസ്തകം നാം പഠിക്കേണ്ടത്. ദൈവം സ്നേഹമാണ്, സത്യമാണ്. ദൈവം കൃപാലുവാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. അതേ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവം ശിക്ഷാവധി നൽകുന്ന ദൈവമാണ്, ബാലശിക്ഷ നൽകുന്ന ദൈവമാണ്, അല്ലേ? നാം പാപത്തെ ഏറ്റു പറയുന്നില്ലെങ്കിൽ, നാം നമ്മുടെ പാപത്തെ വിട്ടുതിരിയുന്നില്ലെങ്കിൽ, നാം ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ദൈവത്തെയാണ് നാം കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാനസാന്തരം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? കാരണം നാം പാപം ചെയ്യുന്നത് കൊണ്ട്. നാം പാപം ചെയ്യുന്നത് കൊണ്ട് നാം ദിനവും മാനസാന്തരപ്പെടേണം, അല്ലെ? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ പ്രധാന പ്രസംഗ വിഷയം എന്ന് പറയുന്നത്, അല്ലെ? യോഹന്നാൻ സ്നാപകനും അത് തന്നെയാണ് പറഞ്ഞത്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ, അല്ലെ? നിങ്ങളുടെ മനസ്സിന് ഒരു അന്തരം വരണം. മനസ്സിന് അന്തരം വരുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്നെയും പാപപ്രവൃത്തികൾ തുടരുകയാണ് ചെയ്യുന്നത്. മനസ്സിന് അന്തരം വരാതെ നമ്മൾ എന്തൊക്കെ വെള്ള പുറത്ത് കാണിച്ചാലും, വെള്ള വസ്ത്രം ഇട്ടാലും, നമ്മുടെ മുഖത്ത് കാണിച്ചാലും, നമ്മുടെ ശരീരത്തിൽ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. വെള്ള തേച്ച ശവക്കലകളാകാനേ നമുക്ക് പറ്റുകയുള്ളൂ, പരീശന്മാരുടെ കൂട്ട്. എന്നാൽ നമ്മുടെ മനസ്സിന് ഒരു അന്തരം വരണം. ആ വിശുദ്ധി നമ്മുടെ മനസ്സിൽ ഉള്ളിൽ വന്നാൽ പുറത്തത് പ്രകടമാകും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ആ വിശുദ്ധി വരണം. ആ മനസ്സിലെ വിശുദ്ധി നാം പുറത്ത് കാണിക്കണം, അല്ലെ? അകമേയും പുറമേയും ആ വിശുദ്ധി നാം കാണിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദുഷ്ടത തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. എന്നിട്ട് 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആകയാൽ ഇനിയും യെരമ്യാ പ്രവാചകനോട് ദൈവം പറയാണ്, നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, നമ്മൾ റീച്ചാൻ വായിച്ച പോലെ, യഹോവ ഇപ്രകാരം ചെയ്യുന്നു. നമ്മുടെ പ്രധാന കുറിവാക്യം, ഞാൻ നിങ്ങൾക്കൊരു അനർത്ഥം നിർമ്മിച്ചു നിങ്ങൾക്ക് വിരോധമായ നിരൂപണം നിരൂപിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും താൻ്റെ ദുർമാർഗം വിട്ട് തിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. ഇതാണ് നമ്മുടെ പ്രധാന കുറിവാക്യം, പ്രധാന തീം എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും
താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുകയും. നമ്മളുള്ള ദൈവത്തിന് പ്രധാനമായി ഇന്ന് രാവിലെ പറയാനുള്ളത് നമ്മുടെ നടപ്പും പ്രവൃത്തികളും നാം നന്നാക്കണം, അല്ലേ? നാം എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലേ, ഒരു ഹൈവേ ഒന്ന് ചിന്തിച്ച് നോക്കുക, അല്ലേ? ഒരു ഹൈവേയിലൂടെ നാം പോവുകയാണ്, നാം വണ്ടി ഓടിച്ച് ഒരു ഹൈവേയിൽ, നേരെയുള്ള ഹൈവേയിലോട്ട് പോവുകയാണ്, അല്ലേ? ആ ഹൈവേ ആണ് നമ്മുടെ മരുഭൂ പ്രയാണം എന്ന് പറയുന്നത്. അപ്പം ഈ ഹൈവേ ഫൈനലി ചെന്നെത്തുന്നത് ദൈവത്തിങ്കിലേക്കാണ്, അല്ലേ? അപ്പൊ അങ്ങനെ നാം ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഈ ഹൈവേയിലൂടെ നമ്മൾ പോവുകയാണ്, ദൈവത്തിങ്കിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ഹൈവേയിലൂടെ. എന്നാൽ നമുക്ക് ചിലപ്പോൾ ചില ആഗ്രഹങ്ങൾ വരും, ഒരു എക്സിറ്റ് എടുക്കാൻ നമുക്ക് തോന്നും, അല്ലേ? ആ എക്സിറ്റ്, ഈ ഓരോ എക്സിറ്റ് എന്ന് പറയുന്ന ഓരോ പാപപ്രവൃത്തികളാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വയ നമ്മുടെ ആവശ്യങ്ങളാണ്, നമ്മുടെ പാപേച്ഛകളാകാം, നമ്മുടെ ആവശ്യങ്ങളാകാം, നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങളാകാം. അങ്ങനെ നമ്മൾ ഈ ഹൈവേയിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഓരോ എക്സിറ്റ് എടുക്കും. എക്സിറ്റ് എടുത്ത് ഇവിടെ പ്രത്യേകിച്ച് US മനസ്സിലായി, എക്സിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഹൈവേയിൽ നിന്ന് വഴി മാറി പോവുക, അല്ലെ, ഇടയ്ക്ക് വേറൊരു വഴിയിലോട്ട് പോവുക. അപ്പൊ നമ്മൾ ഈ എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ കാര്യമില്ല. പിന്നീട് നമ്മൾ തിരിച്ച റാമ്പിലൂടെ ഹൈവേയിലോട്ട് പിന്നെയും തിരിച്ചു കയറണം യാത്ര തുടരണമെങ്കിൽ. എന്നാൽ പലപ്പോഴും നമുക്ക് പറ്റുന്നത് എന്താണ്? നമ്മൾ ഈ എക്സിറ്റ് എടുത്ത് അവിടെ അങ്ങ് നിൽക്കുക. എക്സിറ്റ് എടുത്ത് വേറെ വഴി, വേറെ രീതിയിലോട്ടൊക്കെ നമ്മൾ പോകും, വേറെ സ്ഥലത്തോട്ടൊക്കെ നമ്മൾ പോകും. അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിൽ നമുക്കെല്ലാം സംഭവിക്കുന്നത്, നമുക്ക് ഈ ഹൈവേയിലൂടെ പോകാനുള്ള ക്ഷമ നമുക്കില്ല, അല്ലെ? നമുക്ക് യാത്ര തീരുന്നില്ലല്ലോ തീരുന്നില്ലല്ലോ എന്നുള്ള ഒരു വേവലാതിയാണ്. ഇതെപ്പോ തീരും? ഈ മരുഭൂ പ്രയാണം എപ്പോ തീരും? എനിക്കിത് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു എക്സിറ്റ് എടുക്കും, നമ്മൾ നമ്മുടെ വിശപ്പ് മാറ്റുവാനും നമ്മുടെ ദാഹം തീർക്കുവാനും. എന്നാൽ പിന്നീട് അത് മാറ്റിക്കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആ ഹൈവേയിലോട്ട് കയറുന്നില്ല, മറിച്ച് നമ്മൾ പിന്നീട് യാത്ര വേറെ വഴികളിലൂടെ തുടരുക, നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ നമ്മൾ പോവുക, ഹൈവേയിലൂടെ നമ്മൾ തിരിച്ചു കയറുന്നില്ല. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഈ മരുഭൂ പ്രയാണത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയാണ് നമ്മിൽ കാണുവാൻ. ക്രിസ്തുവിന്റെ പ്രതിബിംബമാണ് ദൈവം നമ്മിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ആ മരുഭൂ പ്രയാണം ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ പോകാതെ നാം നമ്മുടെ ഇഷ്ടമുള്ള വഴികളിലൂടെ പോകും. അപ്പോൾ ഇസ്രായേൽ മക്കളെ 40 വർഷം കടത്തി വിട്ടുപോയ ദൈവം ഒരു മാനപാത്രം, തനിക്ക് ഇഷ്ടമുള്ള മാനപാത്രമാക്കി തീർക്കുവാൻ, ആ ചീത്തത്തരങ്ങളെ മാറ്റുവാൻ ദൈവം ചില ശോധനകളെ നമ്മുടെ മേൽ അയക്കും. അപ്പോൾ നാം മനസ്സിലാക്കും, അയ്യോ, തിരിച്ച് ഹൈവേയിലൂടെ കയറണമല്ലോ. നമ്മൾ പിന്നെയും കയറും, നമ്മൾ കുറെ നേരം ഓടിക്കും, പിന്നെയും നമുക്ക് മടുക്കും, പിന്നെയും നമ്മൾ വഴി തിരിയും, നമ്മൾ എക്സിറ്റ് എടുക്കും, അല്ലെ? പിന്നെയും നമുക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ പോകും. അപ്പൊ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആ ക്ഷമ, ദൈവത്തിന്റെ ആ കരുണ, ദൈവത്തിന്റെ ആ സ്നേഹം, ദൈവത്തിന്റെ ആ മനസ്സലിവ് ദൈവം നമ്മിൽ കാണുവാനും ആഗ്രഹിക്കുന്നു. ക്ഷമയോടെ പോവുക, ക്ഷമയോടെ ഈ മരുഭൂ പ്രയാണം നാം കഴിക്കേണ്ട ഒരാവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ടെക്നോളജി ഇത്രയും വളർന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അതിന് പ്രയാസമാണ്. എങ്കിലും കീപ്പ് ഓൺ ഗോയിങ്, മുന്നേറുക. കാരണം എന്താണ്? ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ അയച്ചിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമുള്ള ഫ്യൂവൽ നൽകിത്തരും, നമുക്ക് ആവശ്യമുള്ള ഇന്ധനം നൽകിത്തരും, ഓരോ ദിവസവും കഴിക്കുവാനുള്ളത്. നാം വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം നടക്കുകയാണെങ്കിൽ നമ്മുടെ നടപ്പും പ്രവൃത്തികളും നമുക്ക് നന്നാക്കുവാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും താൻ്റെ ദുർമാർഗം വിട്ട്, നാം ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ദുർമാർഗം എന്താണ്, നമ്മുടെ വിഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നാം ലിറ്ററലി വിഗ്രഹാരാധന ചെയ്യുന്നില്ലായിരിക്കും, യഹൂദ ആ, ജനം ചെയ്തതുപോലെ, ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ. നാം അവർ ചെയ്ത പോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നില്ലായിരിക്കാം, യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് അവർ ചെയ്തതുപോലെ. എന്നാൽ നമുക്കറിയാം നമ്മുടെ മനസ്സിൽ നാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ ഹൃദയത്തിൽ ഉള്ള നമ്മുടെ ദൈവത്തിന്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണമല്ലാത്ത വിചാരങ്ങളെ, ചിന്തകളെ, വികാരങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെ നമുക്കറിയാം. അത് തന്റെ ദൈവവചനത്തിന് ഒത്തവണ്ണം അല്ലെങ്കിൽ ദൈവവചനത്തിന് എതിരായിട്ടുള്ളതാണെങ്കിൽ ഈ രാവിലെ സമയം ഈ പ്രഭാതത്തിൽ ദൈവം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുകയും. നമ്മുടെ നടപ്പും നമ്മുടെ പ്രവൃത്തികളും നന്നാക്കുവാനാണ് ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് ആജ്ഞാപിക്കുന്നത്, ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. ആ പ്രവൃത്തികളെ നന്നാക്കുവാൻ നമുക്ക് തനിയെ സാധിക്കുകയില്ല. അതിനാണ് തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മുടെ നടപ്പും പ്രവൃത്തികളും നാം നന്നാക്കണം. എന്നിട്ട് 12-ാം വാക്യത്തിൽ നമ്മൾ എന്തോ വായിക്കുന്നത്? അതിനവർ ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും, ഞങ്ങളിൽ ഓരോരുത്തരും താൻ തന്നെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ടും, അല്ലെ, ഒന്ന് ചിന്തിച്ചു നോക്കി, ഇത്രയും മനസ്സലിവ് കാണിക്കുന്ന ഒരു ദൈവം,
എത്രത്തോളം മനസ്സുകളിൽ കാണിക്കും അത്രത്തോളം ദൈവം കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഇസ്രായേൽ മക്കൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ ശാഠ്യം പ്രവർത്തിക്കും. ഞങ്ങൾ ഇങ്ങനെയുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലേ? ഇസ്രായേൽ കന്യക അതിഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു. കർത്താവ് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇത് പറയുന്നത്? 12-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ ഇത് പറയുന്നുണ്ട്, ഞങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും. അല്ലെ? എത്ര അരഗന്റ് ആണ് അല്ലേ? ദൈവത്തോട് അവർ പറയുകയാണ്, ദൈവത്തോട് അത് മറുതലിക്കുകയാണ്, ഞങ്ങൾ ശാഠ്യം പ്രവർത്തിക്കും. ദൈവം എന്ത് പറഞ്ഞാലും ഞങ്ങൾ ശാഠ്യം പ്രവർത്തിക്കും. ഇതിന്റെ അവസാനത്തിലേക്ക് നമുക്കറിയാം, വരുമ്പോൾ നമുക്കറിയാം, ഈവൻ യെരമ്യാ പ്രവാചകന് നേരെ വരെ അല്ലേ അവര് വാണിംഗ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ കഠിന ഹൃദയമുള്ള ഒരു ഇസ്രായേൽ ജനത്തെയാണ് നമ്മൾ 18-ാം അധ്യായത്തിൽ കാണുന്നത്. 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. അതായത് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന് നേരെ ഉപായങ്ങളെ ചിന്തിക്കാമെന്ന് വരെ ഇസ്രായേൽ മക്കൾ പറയുന്നു. അതായത് ദൈവം ഇത്രയും മനസ്സലിവ് കാണിച്ചിട്ടും, ദൈവം ഇത്രയും കരുണ കാണിച്ചിട്ടും, കൃപ കാണിച്ചിട്ടും അത് മനസ്സിലാക്കാതെ, അതനുസരിക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ തന്റെ ദുർമാർഗങ്ങളിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്ന, തുടരുന്ന ഇസ്രായേൽ മക്കളെയാണ് നമ്മൾ കാണുന്നത്. ശാഠ്യം പ്രവർത്തിക്കുന്ന ഇസ്രായേൽ മക്കളെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നാം ആയിത്തീരരുത്. അതാണ് എനിക്ക് ഇന്ന് രാവിലെ സമയം നിങ്ങളോട് പറയാനുള്ളത്. നാം അതുപോലെ ആയിത്തീരരുത്. നാം അരഗന്റ് ആയിത്തീരരുത്. നമ്മുടെ ദുർമാർഗങ്ങൾ നമ്മൾ തുടരാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ അധികം ദുർമാർഗങ്ങൾ പോകുന്നില്ലായിരിക്കാം, നമ്മൾ ഈ പറയപ്പെട്ട യാതൊരുവിധ പാപപ്രവൃത്തികളും ചെയ്യുന്നില്ലായിരിക്കും. എങ്കിലും നാം പാപത്തിന് ആ, പലപ്പോഴും അതീതരായിട്ടാണ്, പലപ്പോഴും പാപത്തിന് ക്ലോസ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും നടക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലായിരിക്കും, നമ്മുടെ മനസ്സിലായിരിക്കാം, നമ്മുടെ ചിന്തകളിലായിരിക്കാം, നമ്മൾ അറിയാതെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. എങ്കിലും ക്രിസ്തുയേശുവിനെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിക്കുക. ഈ രാവിലെ സമയം നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുക, നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. നമ്മുടെ നടപ്പ് നേരെയാക്കുക. നമ്മുടെ നടപ്പിനെ നേരെയാക്കുവാനാണ് ദൈവം ഓരോരോ വാർണിങ്സ് നമ്മുടെ ജീവിതത്തിൽ. അത് ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ. നമ്മൾ യെരമ്യാ പ്രവചനം 55-ന്റെ 6-7 നമ്മൾ കാണുന്നുണ്ട്, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെ, നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ക്ഷമിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് അല്ലേ? അങ്ങനെ 2 രാജാക്കന്മാർ 17-13 നമ്മൾ കാണുന്നുണ്ട്, ന്യായപ്രമാണത്തിന് ഒത്തവണ്ണം ഒക്കെയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പീൻ എന്ന് സാക്ഷീകരിച്ചു അല്ലെ? പ്രവാചകന്മാർ മുഖാന്തരം അയച്ചു തന്നമായ ന്യായപ്രമാണത്തിന് ഒത്തവണ്ണം എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പീൻ. ഈ ഈ ഈ ക്രിസ്തീയ ജീവിതത്തിന് നമ്മൾ ഒരു വിലയും കൊടുത്തില്ല. നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തു അല്ലേ, താൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപരഹിതമായ ഒരു ജീവിതം ജീവിച്ച്, താൻ ക്രൂശിക്കപ്പെട്ടു, താൻ മരണപ്പെട്ടു, താൻ മരിച്ചു, താൻ അടക്കപ്പെട്ടു, താൻ ഉയർത്തെഴുന്നേറ്റു, താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞ് ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു. ആ പരിശുദ്ധാത്മാവിനാൽ നാം രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനോട് നാം പ്രതികരിച്ചു, നാം രക്ഷിക്കപ്പെട്ടു. ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ, ഈ പ്രമാണങ്ങളെ പാലിക്കുക. എൻ്റെ ക്യാരക്ടർ നിങ്ങളും കാണിക്കുക. അതായത് എൻ്റെ കൃപയും എൻ്റെ കരുണയും ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്, എൻ്റെ കരുണ നിങ്ങളുടെ മേലുണ്ട്, എൻ്റെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ ചോര തന്നാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്, എൻ്റെ രക്തം തന്നാണ് ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. നാശകരമായ കുഴിയിൽ കിടന്നിരുന്ന നിങ്ങളെ ഞാൻ വിടുവിച്ചത് എൻ്റെ രക്തം കൊടുത്താണ്. മറുവിലയായി എൻ്റെ രക്തം കൊടുത്താണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ അനുസരിക്കുക, എന്നെ ആരാധിക്കുക, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് എന്നിലേക്ക് തിരിയുക. അത് മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് നാം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടോ ദൈവബൈതലാണെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. അതാണ് നമ്മൾ ഇന്ന് രാവിലെ സമയം മനസ്സിലാക്കേണ്ടത്. ഇതൊരു വാണിംഗ് ആയിട്ടോ ഒരു ശിക്ഷാവധിയായിട്ടോ ഒന്നും അല്ല കാണേണ്ടത്. ഇത് ഇത് കൃപയുടെ മാർഗമാണ്, കരുണയുടെ മാർഗമാണ്. ആ കരുണപ്രകാരം നമ്മൾ പോയില്ലെങ്കിലാണ് ശിക്ഷാവധി നമ്മെ കാത്തിരിക്കുന്നത്, ന്യായം വിധിക്കുന്നത്. എന്നാൽ ഈ കരുണപ്രകാരം, ഈ കൃപപ്രകാരം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ നടപ്പ് നിർമ്മലമാക്കി, നമ്മുടെ നിർമ്മലമായ ഹൃദയവും നിർമ്മലമായ മനസ്സോടുകൂടി ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ നമുക്ക് വെച്ചിരിക്കുന്നത് വലിയൊരു പ്രതിഫലമാണ് സ്വർഗത്തിൽ അല്ലേ? ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ദൈവത്തെ കാണുക എന്നുള്ളതാണ്. ദൈവത്തെ നാം മുഖാമുഖം കാണും എന്നുള്ളതാണ്. മറ്റുള്ളതൊക്കെ സെക്കൻഡറിയാണ്. പ്രൈമറി എന്ന് പറയുന്നത് ദൈവത്തെ നാം മുഖാമുഖം കാണും. കർത്താവ് വീണ്ടും വരുമ്പോൾ നാം ദൈവത്തെ കാണും, നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ നാം കാണും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എന്നാൽ
അതിലേക്ക് ചെല്ലുവാൻ, അവിടെ വരെ ചെല്ലുവാൻ വിശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് നമുക്ക് നമുക്കൊന്ന് നേരെ നടത്താം, അല്ലേ? വിശുദ്ധി ഇല്ലെങ്കിൽ, അശുദ്ധി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടെങ്കിൽ ഈ രാവിലെ സമയം ദൈവത്തോട് നമുക്ക് ക്ഷമ ചോദിക്കാം. അപ്പൊ ഇന്നത്തെ ഈ പാസേജിൽ നമ്മൾ 4 മെയിൻ തീംസ് ആണ് കണ്ടത്. ദൈവം സർവാധിപത്യമുള്ള ദൈവമാണ്, പരമാധികാരിയായ ദൈവമാണ്, അല്ലേ? ദൈവം കരുണയുള്ള ദൈവമാണ്, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. നാലാമത്തെ നമ്മൾ കണ്ടത്, നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, മാനസാന്തരപ്പെട്ട് നമ്മുടെ നടപ്പ് നന്നാക്കുക, നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കുക. അതാണ് ദൈവം നമ്മളോട് ഈ രാവിലെ സമയം ആവശ്യപ്പെടുന്നത്. അങ്ങനെ കൃപാലുവായ ദൈവത്തെ, കരുണയുള്ള ദൈവത്തെ, ദീർഘക്ഷമയുള്ള ദൈവത്തെ, ന്യായം വിധിക്കുന്ന ദൈവത്തെ, സർവാധിപത്യമുള്ള ദൈവത്തെ, പരമാധികാരിയായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുവാൻ ഈ രാവിലെ സമയം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Amen. Thank you, Pastor.